നമസ്കാരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന CPI-നെ കുരുക്കിലാക്കി കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇഡിയുടെ അന്തിമ കുറ്റപത്രം. 3 CPIM മുൻ ജില്ലാ സെക്രട്ടറിമാരാണ് പ്രതികൾ. കെ രാധാകൃഷ്ണൻ, AC മൊയ്തീൻ, MM വർഗീസ് പാർട്ടിയെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 3 പേരെയും ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് കുറ്റപത്രം സമർപ്പിച്ചത്. പ്രതികൾ തട്ടിപ്പിലൂടെ 180 കോടി രൂപ സമ്പാദിച്ചു എന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. 128 കോടി രൂപ പ്രതികളിൽ നിന്ന് കണ്ടുകെട്ടിയിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് CPIM-നെ ആശങ്കയിലാക്കുന്നുണ്ടോ? കൂടുതൽ CPIM നേതാക്കൾ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടതിന് പുറമെ CPIM-ഉം പ്രതിപട്ടികയിൽ എത്തിയത് ഉപതെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമോ? കള്ളപ്പണക്കേസിൽ ബോധപൂർവമായ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് നടക്കുന്നത് എന്നാണ് CPIM-ന്റെ വിമർശനം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കുറ്റപത്രം സമർപ്പിച്ചത് ഗൂഢാലോചനയാണ് എന്നും രാഷ്ട്രീയപരമായും നിയമപരമായും ഇഡി കേസിനെ നേരിടുമെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. രാഷ്ട്രീയമായി CPIM-നെയും ഇടതുപക്ഷത്തെയും തകർക്കാനുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമെന്ന് കെ രാധാകൃഷ്ണൻ. ഭരണകക്ഷികൾക്ക് എതിരായി നിൽക്കുന്ന പ്രസ്ഥാനങ്ങളെ ഇല്ലാതാക്കുക എന്നതാണ് ലക്ഷ്യം. ഇഡിക്കെതിരെയുള്ള പ്രതിഷേധം വളർന്നു വരികയാണ്. ഇഡിയുടെ അഴിമതി പുറത്തു വരുന്നു. അത് മറച്ചുവെക്കാൻ ഇത്തരം നടപടികൾ ഇഡിക്ക് വേണ്ടിവരും എന്നും രാധാകൃഷ്ണൻ കൂട്ടിച്ചേർക്കുന്നു. ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഇഡി കുരുക്കോ എന്നാണ് സ്പെഷ്യൽ ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ കെ ജയചന്ദ്രൻ, CPIM സഹയാത്രികൻ, ശ്രീ NK ഹരിദാസ്, പ്രോപ്പർ ചാനൽ മേധാവി, ശ്രീ P കൃഷ്ണദാസ്, BJP നേതാവ്, ശ്രീ OK ഫറൂഖ്, കോൺഗ്രസ് നേതാവ്, ശ്രീ MV സുരേഷ്, അദ്ദേഹം പരാതിക്കാരനും അതോടൊപ്പം തന്നെ ബാങ്കിലെ മുൻ ജീവനക്കാരനും ആണ്. ആദ്യം ശ്രീ കെ ജയചന്ദ്രൻ, നമുക്കറിയാം ഈ കരുവന്നൂരിലെ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഇഡി അന്വേഷണം ആരംഭിച്ചിട്ട് കാലങ്ങളായി. നേരത്തെ ഒരു കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. അതിന് പിന്നാലെ ഇപ്പോഴിതാ അന്തിമ കുറ്റപത്രം കൂടി സമർപ്പിച്ചിരിക്കുന്നു. ഇഡിയുടെ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ കുറ്റപത്രം സമർപ്പിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ CPIM പറയുന്നത് ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായുള്ള കുറ്റപത്രം സമർപ്പിക്കൽ ആണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടുക്കം മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ കുറ്റപത്രം സമർപ്പിച്ചത് എന്നാണ്. എങ്ങനെയാണ് ഒരു അന്വേഷണത്തിൽ കേന്ദ്ര ഏജൻസി കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ഈ മട്ടിൽ ഇതിനെ വിലയിരുത്താൻ സാധിക്കുക? ഇത് ഈ മട്ടിൽ വിലയിരുത്തുന്നതിൻ്റെ പ്രശ്നം കേവലം രാഷ്ട്രീയ അടിസ്ഥാനത്തിലുള്ളതാണെന്ന് താങ്കളെങ്കിലും കരുതില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഏത് പ്രതിപക്ഷ കക്ഷികൾക്കെതിരെ ആണ് ഇഡിയുടെ ഇത്തരത്തിലുള്ള നടപടികൾ ഇല്ലാതിരിക്കുന്നത് കഴിഞ്ഞ കുറേ കാലമായി. ഏറ്റവും ഒടുവിൽ കണ്ടത് എന്താണ്? പ്രധാനപ്പെട്ട സംഗതിയായിട്ട് രാഷ്ട്രീയ എതിരാളികൾ എന്നുള്ള നിലയിൽ കണ്ടത് നാഷണൽ ഹെറാൾഡ് കേസാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല, അതെല്ലാം നമ്മുടെ ചർച്ചാ വിഷയവും. പിന്നെ ഈ കേസിൽ എത്രയോ കാലമായി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടങ്ങിയിട്ട് ഇപ്പോൾ തന്നെ 3 പേരെ, വാസ്തവത്തിൽ 3 അല്ല 4 67, 68, 69, 70. അതിൽ 68-ാം പ്രതി എന്ന് പറയുന്നത് CPIM. അതെ, പാർട്ടിയാണ്. ഹലോ, പറയൂ. ഇല്ല, കേൾക്കുന്നുണ്ട്. ശ്രീ ജയചന്ദ്രൻ തുടരാം. യെസ്, അദ്ദേഹവുമായുള്ള ടെലിഫോൺ ബന്ധത്തിൽ സാങ്കേതികമായ പിഴവുണ്ട്. ശ്രീ NK ഹരിദാസ്, ഇതാണ്, അതായത് അദ്ദേഹം നാഷണൽ ഹെറാൾഡ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ്, അവിടെ സുബ്രഹ്മണ്യ സ്വാമിയാണ് പരാതിക്കാരൻ എന്നതൊക്കെ നമുക്കറിയാമെങ്കിൽ പോലും ഇത്തരം വിഷയങ്ങൾ, അതായത് രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പ് അടക്കമുണ്ടാകുന്ന പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയമായി BJP പ്രതിസന്ധിയിലാകുന്ന ഇടങ്ങളിലൊക്കെ കേന്ദ്ര ഏജൻസികളെ വിനിയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ BJP മത്സരത്തിനില്ല, അല്ലെങ്കിൽ മത്സരിക്കണോ എന്നത് പോലും ആശങ്കപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഭിന്നാഭിപ്രായമുണ്ട്. ഇനി 7 മാസത്തേക്ക് മാത്രം ഒരു MLA ലഭിച്ചിട്ട് എന്താണ് കാര്യമെന്നാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ചോദിക്കുന്നത് എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ കെ രാധാകൃഷ്ണന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ CPIM ഭരണത്തിലിരിക്കുന്നത് കേരളത്തിലാണ്. അവിടെ CPIM-ന് വലിയ വളർച്ച ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ
ആ വളർച്ചയ്ക്ക് തടയിടേണ്ടത് കേന്ദ്രത്തിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇപ്പോഴിങ്ങനെ ഒരു കുറ്റപത്രം അല്ലെങ്കിൽ അന്തിമ കുറ്റപത്രം സമർപ്പിക്കുന്നത്. ഇത് ആർക്കാണ് അറിയില്ലാത്തത് എന്നാണ് ഇപ്പോൾ പ്രതിപട്ടികയിലേക്ക് വന്നിട്ടുള്ള രാധാകൃഷ്ണൻ MP തന്നെ ചോദിക്കുന്നത്. അതിലെ അർഹിക്കുന്ന അവഗണനയോട് കൂടിയിട്ട് അദ്ദേഹത്തിന്റെ ആ കാഴ്ചപ്പാടിനെ തള്ളിക്കളയുന്ന ഒരു വിഭാഗം ജനങ്ങളും കേരളത്തിലുണ്ട് എന്നുള്ളത് അറിയാതെയാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഞാൻ പറയുന്നതാണ് ശരി എന്ന് കരുതുമെന്ന വിശ്വാസത്തിൽ അദ്ദേഹം തട്ടിവിട്ടിട്ടുള്ള അല്ലെങ്കിൽ അഥവാ ഇറക്കിയിട്ടുള്ള ഈ ക്യാപ്സ്യൂൾ എന്ന് മനസ്സിലാക്കണം. ഇതിൽ അഭിലാഷ ഒരു കാര്യം മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതായത് 2016 തെരഞ്ഞെടുപ്പിലും 2021 തെരഞ്ഞെടുപ്പിലും കൃത്യമായിട്ട് സോളാർ കേസിലെ നായികയെ രംഗത്തിറക്കിക്കൊണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെ നടത്തിയ അധിക്ഷേപകരമായ എനിക്ക് ഉമ്മൻചാണ്ടിയോടും താല്പര്യമില്ല, കോൺഗ്രസിനോടും താല്പര്യമില്ല, BJPയോടും താല്പര്യമില്ല, ആരോടും താല്പര്യമുള്ള ഒരു വ്യക്തിയല്ല. ഞാൻ പണ്ട് മുതൽക്കേ ഒരു ഇടതുപക്ഷ അനുഭാവിയാണ്. പക്ഷെ അതിപ്പോ കേരളം ഭരിക്കുന്ന ഇപ്പോഴത്തെ ഇടതുപക്ഷമായിട്ട് എന്റെ മനസ്സിലുള്ള ഇടതുപക്ഷ ആശയങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. അപ്പോ ഇയാൾ ഉമ്മൻചാണ്ടിയുടെ ആളെയാണ് ഇവിടെ വിളിച്ചിരുത്തിയിരിക്കണമെന്ന് പറയാനുള്ള ഇടവരുത്തേണ്ട. എനിക്ക് ഉമ്മൻചാണ്ടിയോട് ഒരു താല്പര്യം ഉണ്ടായിട്ടില്ല. ഇവരുടെ ഇരട്ടത്താപ്പ് പൊളിച്ചടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ 2016 അധികാരം നേടാൻ ഈ സോളാർ നായികയെ ഉപയോഗിച്ചു. 2021 കൃത്യമായിട്ട് സോളാർ നായികയെ ഉപയോഗിച്ചു. അവർ വിളിച്ചു പറഞ്ഞതെല്ലാം സത്യമായിരുന്നു എന്ന് അംഗീകരിച്ചുകൊണ്ട് അവരുടെ പിന്നിൽ അവർക്ക് വേണ്ടി കൊട ചൂടിക്കൊടുത്തവരാണ് ഈ CPM എന്ന് പറയുന്ന പാർട്ടി. ഇത് കേരളത്തിലെ ഞാൻ 100% ജനങ്ങളെ അല്ലെങ്കിൽ 100% വോട്ടർമാരെ പറയുന്നില്ല, ഒരു കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ 60% വോട്ടർമാർക്കും ഇപ്പോൾ സത്യസന്ധമായിട്ട് ബോധ്യപ്പെട്ടു ആ സംഗതി. ആ ഒരു സാഹചര്യത്തില് ഇത്തരത്തിൽ അവനവനെതിരായിട്ട് ഒരു ആരോപണം വന്നപ്പോ അത് ഈ നിലമ്പൂർ എന്ന് പറയുന്ന ടാവട്ടത്തിലുള്ള ഒരു നിയോജക മണ്ഡലത്തെ എന്താ പറയണത് BJP MLA ജയിപ്പിക്കാൻ ഒരു MLA സൃഷ്ടിച്ചെടുക്കാനാണെന്നൊക്കെ പറയുന്നത് ബാലിശമായിട്ടുള്ള കാര്യങ്ങളാണ് അഭിലാഷേ. അതിലൊന്നും അത്തരത്തിൽ BJP തരം താഴുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ ഒരു ലോക്സഭാ മണ്ഡലമാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പറയാം. ഇതിപ്പോ അല്ലാണ്ട് ഈ ഒരു നിയമസഭാ മണ്ഡലം, അതും PV അൻവർ രാജിവെച്ചൊഴിഞ്ഞ സീറ്റിൽ കേവലം 7 മാസത്തേക്ക് വേണ്ടിയിട്ട് ഒരു MLA സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇവർക്കെതിരെ തെളിവില്ലാതെ ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിന് അവർ ഇറങ്ങിത്തിരിക്കുമെന്നുള്ളൊരു ബോധം എനിക്കില്ല. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ EDക്ക് CPMന്റെ നേതാക്കളെയും CPM എന്ന് പറയുന്ന പാർട്ടിയെയും ശിക്ഷിക്കത്തക്ക തോതിൽ അവിടെ നിന്ന് എന്ത് തെളിവുകളാണ് കിട്ടിയത് എന്നുള്ളത് എന്നെ പോലുള്ള സാധാരണക്കാരായ നികുതിദായകർക്ക് വലിയൊരു ചോദ്യചിഹ്നമാണ്. കാരണം ED അവിടേക്ക് എത്താൻ വളരെ വൈകി. ED അവിടേക്ക് എത്താൻ വൈകുമ്പോൾ എന്താ, സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിച്ചിരുന്നത്. അവർ അവിടുന്ന് ഏതെല്ലാം രേഖകളും ഏതെല്ലാം ഡിജിറ്റൽ രേഖകളും കടത്തിക്കൊണ്ടുപോയി എന്നുള്ളതിനൊന്നും ഒരു തെളിവുമില്ല. മറ്റൊരു കാര്യം കൂടി ഇതിൽ പറയാം. അതായത് ഈ ആദ്യകാലത്ത് ഈ അന്വേഷണം തുടങ്ങിയ കാലത്ത് അവിടുത്തെ സെക്രട്ടറി ആയിരുന്ന പ്രദീപ് എന്നാണ് എന്റെ ഓർമ്മ. ആ സെക്രട്ടറി ആയിരുന്ന വ്യക്തിയെ പോലീസ് പിടിച്ച് ജയിലിലിട്ടു, ക്രൈംബ്രാഞ്ച് ജയിലിലിട്ട സമയത്ത് ഈ പ്രദീപിന്, ഈ സെക്രട്ടറിയുടെ അച്ഛനെ ഒരു ചാനലിൽ കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂവിൽ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ED കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അദ്ദേഹം പറഞ്ഞു, എന്റെ മകൻ അതാത് ദിവസം വൈകുന്നേരം വന്നിട്ട് AC മൊയ്തീനുമായി ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുമല്ല, അദ്ദേഹത്തെ കാണാൻ നേരിട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ MM വർഗീസ് എന്ന് പറയുന്ന ജില്ലാ സെക്രട്ടറിയെ കാണാൻ പോയിട്ടുണ്ട്, നേരിട്ട് പോയിട്ടുണ്ട്. ഇവിടെ നടക്കുന്ന ഈ അനീതികളും അക്രമങ്ങളും അതുമാതിരി തന്നെ ഈ കോടിക്കണക്കിന് രൂപയുടെ വെട്ടിപ്പും അതാത് സമയം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞോടത്തേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഇതിനൊന്നും ഞങ്ങൾക്ക് പേടിയില്ല. കാരണം ഞങ്ങളെ ശിക്ഷിക്കത്തക്ക തോതിലൊരു തെളിവ് ഹാജരാക്കാൻ ഈ EDക്ക് ആകില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം CPMന്റെ പ്രവർത്തകർക്കും CPMന്റെ നേതാക്കളുടെയും മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, പാർട്ടിക്ക് കോടതിയും പാർട്ടിക്ക് പോലീസ് സ്റ്റേഷനും ഉള്ളിടത്തോളം കാലം പാർട്ടി കോടതിയും പാർട്ടി പോലീസ് സ്റ്റേഷനും കുറ്റവാളിയാണ് എന്നൊരു വ്യക്തിയെയോ അല്ലെങ്കിൽ എന്താ പറയേണ്ട ഒരു സംഘടനയെയോ അല്ലെങ്കിൽ ഇത്തരം കോപ്പറേറ്റീവ് സഹകരണ സംഘത്തിൽ വെട്ടിപ്പ് നടന്നു എന്ന് പറയുകയോ ചെയ്യാതെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു ബാധകമല്ല. അപ്പൊ ഇവർക്ക് അനുകൂലമായിട്ടാണ് നാളെ കോടതി വിധി വരുന്നത് എന്ന് വെക്കുക. ഈടിയുടെ ചുരുങ്ങിയത് 6-7 കൊല്ലം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോ അത് ജനാധിപത്യ കോടതിയാകും. അല്ല, ഇവർക്കെതിരായിട്ടാണ് വിധി വരുന്നത് വെച്ചെങ്കിൽ അത് ബൂർഷ്വാ കോടതിയായിട്ട് പറയാനും ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചിരിക്കുകയാണ് അവർ എന്നാണ് എനിക്ക് പറയാം. ശ്രീ P. കൃഷ്ണദാസ്, ഇവിടെ ഇതാ ഈ സൂചിപ്പിക്കുന്ന പോലെ എന്തൊക്കെ വിവരങ്ങളാണ് ശേഖരിക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നതിലൊക്കെ ഇനിയും കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. സ്വാഭാവികമായും വിചാരണ കാലഘട്ടത്തിൽ അടക്കം അതിൽ ബോധ്യങ്ങൾ ഉണ്ടാകും. ഇവിടെ ഇതാ CPMന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ ചോദിക്കുന്നത് 193 കേസുകൾ ED ഇതിനു മുമ്പ് എടുത്തിട്ടുണ്ട്. അതിൽ 2 കേസുകളിലാണ് ആകെ ശിക്ഷിക്കപ്പെട്ടത് എന്നുള്ളതാണ്.
ഈ സൂചിപ്പിക്കുന്ന ശ്രീ എം കെ ഹരിദാസ് സൂചിപ്പിച്ച ആ ഒരു ആത്മവിശ്വാസമായിരിക്കില്ലേ ഈ CPIM നേതാക്കളെ കൊണ്ട് ഇത്തരത്തിൽ പറയിപ്പിക്കുന്നത്? അഭിലാഷ്, ED എടുത്തിട്ടുള്ള കേസുകളിൽ അതിൽ എത്ര എണ്ണം ശിക്ഷിക്കപ്പെട്ടു, എത്ര എണ്ണത്തിൽ കേസ് നടക്കുന്നുണ്ട്, എത്ര കേസുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതികളുടെ മുൻപിലുണ്ട്, അന്വേഷണത്തിന്റെ പരിധിയിലുണ്ട്, അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. ഇവിടെ പ്രധാനപ്പെട്ട വിഷയം എന്താ? 2021 ജൂലൈ മാസം 14-ാം തീയതി ഇരിങ്ങാലക്കുട പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്യാണ്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാണ്ട് 100 കോടിയിലേറെ രൂപയുടെ തട്ടിപ്പാണ് അന്ന് ഒരു ഊഹം വെച്ചുകൊണ്ട് ക്രൈംബ്രാഞ്ച് അതിനുശേഷം ഏറ്റെടുത്ത അന്വേഷണത്തിന്റെ ഭാഗമായി കണക്കാക്കപ്പെട്ടിരുന്നത്. പിന്നീട് അത് ഏകദേശം 300 കോടിയിലധികം ഉണ്ടാകും എന്ന് ED അന്വേഷണത്തിന് ശേഷം പുറത്തു വരുന്നു. ഇപ്പൊ EDയുടെ കുറ്റപത്രത്തിൽ തന്നെ പറയുന്നു ഏകദേശം 180 കോടി രൂപയുടെ അധികം വരുന്ന വെട്ടിപ്പ് അവിടെ നടന്നിരിക്കുന്നു. അതിൽ 128 കോടി രൂപയുടെ പണം കണ്ടെത്താനോ അല്ലെങ്കിൽ അതിന്റെ സ്ഥാവര ജംഗമ വസ്തുക്കൾ സീസ് ചെയ്യാനോ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരു ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട്, കരുവന്നൂർ സഹകരണ ബാങ്ക് എന്ന് പറയുന്ന ഒരു ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്രയധികം കോടി രൂപയുടെ വെട്ടിപ്പ് നടന്നു എന്ന് ആദ്യം കണ്ടെത്തിയത് ED അല്ല. ആദ്യം കണ്ടെത്തിയത് കേരളത്തിന്റെ പോലീസാണ്, ശ്രീ പിണറായി വിജയന്റെ പോലീസാണ്. ആദ്യം കണ്ടെത്തിയത് ക്രൈംബ്രാഞ്ചാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്ന ഘട്ടത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ പുറത്തു വരുന്നത്. അപ്പോ ഇതിൽ ED അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിക്കുന്ന ഏത് സാഹചര്യത്തിലാണ്? PMLA ആക്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പൊ ഇതിൽ വഞ്ചനയെ സംബന്ധിച്ചോ പണം കൊടുക്കാത്തതിനെ സംബന്ധിച്ചോ ഒക്കെ ആളുകളുടെ പരാതി ആദ്യം ഉണ്ടാകുന്നത് EDയുടെ മുൻപിലല്ല. ഇത് പരാതിയായി പോയിട്ടുള്ള ജനങ്ങളാണ്, സഹകാരികളാണ്, ആ ബാങ്കിൽ പണം നിക്ഷേപിച്ചിട്ടുള്ള ആളുകളാണ്. അവർക്ക് പണം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് എത്രയോ കുടുംബങ്ങൾ വഴിയിൽ വന്നതെന്നുകൊണ്ട്, ബാങ്കിന് മുൻപിൽ വന്നതെന്നുകൊണ്ട്, സമരം നടത്തിക്കൊണ്ട് എത്രയോ കുടുംബങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് നിക്ഷേപിച്ച പണം ലഭിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പൊ ഈ പണമെല്ലാം ഇവിടെ പോയി. അങ്ങനെ പണം തട്ടിയെടുത്തിട്ടുള്ള പാർട്ടി നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായില്ലേ? നാട് വിട്ട് ഒളിച്ചു കടന്നു പോകുന്ന സാഹചര്യം ഉണ്ടായില്ലേ? അപ്പൊ ഇതിനെല്ലാം ഉത്തരവാദിയായിട്ടുള്ള ആളുകൾ ആരാണ് എന്ന് ഇതിൽ തട്ടിപ്പിനിരയായിട്ടുള്ള ആളുകൾ കൃത്യമായി പോലീസിനും ക്രൈംബ്രാഞ്ചിനും ഒക്കെ മൊഴി കൊടുത്തതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ കൂടുതൽ അന്വേഷണം നടക്കുന്ന എപ്പോഴാണ്? ഇത്രയും വലിയ വെട്ടിപ്പ് നടക്കുമ്പോൾ അത് PMLA ആക്ടിന്റെ പരിധിയിലേക്ക് വരും. പണമിടപാട് നടക്കുമ്പോൾ അത് PMLA ആക്ടിന്റെ പരിധിയിലേക്ക് വരും. അപ്പൊ സ്വാഭാവികമായും അങ്ങനെ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് ഒരു കേസന്വേഷണം നടക്കുമ്പോൾ PMLA ആക്ട് അട്രാക്ട് ചെയ്യുമെങ്കിൽ അതിനകത്തേക്ക് ED വരും. സ്വാഭാവികമായ ഒരു നടപടി മാത്രമാണ്. അതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരെ സംബന്ധിച്ച് അവർ കുറച്ചുകൂടി വിവേകത്തോടു കൂടിയും അതോടൊപ്പം തന്നെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയും ഈ കേസിനെ എന്നുള്ളതാണ്. ഇതിൽ ഒരു BJP ഗവൺമെന്റോ ഒരു BJP നേതാവോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടലിന്റെ സാഹചര്യമോ പരാതി നൽകേണ്ട സാഹചര്യമോ ഉണ്ടായിട്ടില്ല. ഇടതുപക്ഷ ഗവൺമെന്റിൽ തന്നെ കിട്ടിയിട്ടുള്ള പരാതികളുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളിൽ നടന്നിട്ടുള്ള അന്വേഷണത്തിന്റെ അത് മാത്രവുമല്ല, ഇതിൽ പരാതിക്കാരും ഇടതുപക്ഷ സഹയാത്രികരോ അല്ലെങ്കിൽ ചിന്താഗതിക്കാരോ ഒക്കെ ആയിരുന്നതാനും എത്രയോ പേർ. അഭിലാഷ്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് കാര്യം സൂചിപ്പിച്ച് ഞാൻ ആദ്യമായിട്ട് അവസാനിപ്പിക്കാം. അഭിലാഷ്, ഇതിൽ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളുള്ളത്. ഇത് നമ്മുടെ സംസ്ഥാനത്ത് കേരളത്തിൽ വലിയ തരത്തിൽ ഗവൺമെന്റ് വികസനം കൊണ്ടുവന്നു, വലിയ തരത്തിൽ ഞങ്ങൾ പദ്ധതികൾ കൊണ്ടുവന്നു എന്നൊക്കെ ഉദ്ഘോഷിക്കുന്ന സമയമാണല്ലോ. തെരഞ്ഞെടുപ്പിന്റെ ഒപ്പത്തേക്കാളപ്പുറം ഈ സർക്കാരിന്റെ 9ാം വാർഷികത്തിന്റെ നടപടികൾ നടക്കുകയാണല്ലോ, അതിന്റെ ആഘോഷങ്ങൾ നടക്കുകയാണല്ലോ. ഈ ഘട്ടത്തിൽ കേരളത്തിലെ എത്രയോ സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പണം കൊണ്ടുപോയിരിക്കുന്നു, കളവ് നടത്തിയിരിക്കുന്നു, കൊള്ളയടിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അതിന്റെ ആദ്യത്തെ കേസിൽ ഇപ്പൊ റിപ്പോർട്ട് ഫയൽ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൽ ആർക്കാ ഭയം ഉണ്ടാകേണ്ടത്? ഈ പണം കൊണ്ടുപോയിട്ടുള്ള ആളുകൾ, ഇതിൽ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ പണം കൊണ്ടുപോയിട്ടുള്ളവർ ഭയക്കണം. കാരണം രാജ്യത്തെ നിയമ സംവിധാനത്തെ അനുസരിക്കേണ്ടി വരും. ED അന്വേഷണം ഏറ്റെടുക്കുന്ന സമയത്ത് ക്രൈംബ്രാഞ്ചിനെ ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ എന്താ ചെയ്തത്? ഉള്ള രേഖകളെല്ലാം മാറ്റി. EDക്ക് കോടതി പോകേണ്ടി വന്നു രേഖകൾ കിട്ടുന്നതിന് വേണ്ടി. ED ഉദ്യോഗസ്ഥന്മാർക്ക് കേസെടുക്കാൻ വേണ്ടി തയ്യാറായ പാർട്ടിയാണ് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ഗവൺമെന്റും ആളുകൾ. അപ്പൊ EDയെ ഏതെല്ലാം തരത്തിൽ തടസ്സപ്പെടുത്താം എന്നവർ നോക്കി. എന്തിനാ ക്രൈംബ്രാഞ്ച് അന്വേഷണം കൊണ്ടുവന്നത്? മുഴുവൻ രേഖകളും പിടിച്ചെടുക്കുക, ബാങ്കിന്റെ എല്ലാ ഡിജിറ്റലും ഡോക്യുമെന്റുമായിട്ടുള്ള രേഖകളെല്ലാം പിടിച്ചെടുക്കുക, അതെല്ലാം അവരുടേതായ രീതിയിൽ കസ്റ്റഡിയിൽ വെക്കുക. എത്ര ലജ്ജാകരമായിട്ടുള്ള നടപടിയാണ് ജനാധിപത്യ സംവിധാനത്തിൽ. ജനങ്ങൾ ഇത്രയും വലിയ അഴിമതി ആരോപണം ഉന്നയിക്കുമ്പോൾ, അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. BJP ആരോപണം ഉന്നയിച്ചതല്ല. ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരും സാധാരണക്കാരും കുടുംബങ്ങളും സാധാരണക്കാർ പണിയെടുത്ത് അവർ നിക്ഷേപിച്ചിട്ടുള്ള തുക കിട്ടിയില്ല എന്നാണ് അവർ ആവശ്യപ്പെട്ടത്. 2 ലക്ഷം രൂപ, 1 ലക്ഷം രൂപ, 5 ലക്ഷം രൂപ, എത്രയോ രൂപ അങ്ങനെ നഷ്ടപ്പെട്ടു. ഞാനൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതിൽ
പ്രധാനമായിട്ടുമുള്ളത് ഇതിൽ ഏതെങ്കിലും ഒരു നേതാവ് ചെയ്തു എന്നുള്ളതല്ല, പാർട്ടി കൂടി ഇൻവോൾവഡ് ആയി ചെയ്തു എന്നുള്ളതാണ്. പാർട്ടിയുടെ ജില്ലാ ഘടകം ഇൻവോൾവഡ് ആയി, നേരിട്ട് മുൻ മന്ത്രിമാരടക്കമുള്ള ആളുകൾ ഇൻവോൾവഡ് ആയിട്ടുള്ള, പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിൽ നിൽക്കുന്ന സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഇൻവോൾവഡ് ആയിട്ടുള്ള അലിഗേഷനാണ് പുറത്തു വന്നത്. അതിൽ ഇപ്പോ പാർട്ടി പറയുകയാണ് ഇതിൽ ബി.ജെ.പിയുടെ രാഷ്ട്രീയം. എന്ത് ബി.ജെ.പിക്ക് ഇതിനകത്ത് രാഷ്ട്രീയമുള്ളത്? എന്തിനാണ് ബി.ജെ.പി ഇതിനകത്ത് രാഷ്ട്രീയം കളിക്കേണ്ടത്? CPM-ന്റെ ആളുകൾ പണം കട്ടുകൊണ്ടുപോയതിനെ കുറിച്ച് രാഷ്ട്രീയം എന്താ കളിക്കാനുള്ളത്? ഏതാളാണെങ്കിലും, അത് ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരാണെങ്കിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും ഒരു നിയമവിരുദ്ധമായ നടപടി ചെയ്താൽ സ്വാഭാവികമായ നടപടി ഉണ്ടാവില്ലേ? ED ഞാനതുകൊണ്ട് സൂചിപ്പിച്ചത് ED അല്ലല്ലോ നടപടി ആദ്യം തുടങ്ങുന്നത് കേരളത്തിലെ പോലീസും ക്രൈംബ്രാഞ്ചും. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ജയചന്ദ്രൻ, ഇതാ ഇനിയിപ്പോൾ ശ്രീ ഫറൂഖ് കൂടിയുണ്ട്. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി അല്പസമയം മുമ്പ് പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ. ഞാൻ അദ്ദേഹത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നേരത്തെ താങ്കൾ സംസാരിച്ചപ്പോൾ സാങ്കേതിക തടസ്സമുണ്ടായിരുന്നു എന്നതുകൊണ്ടാണ് ഞാൻ താങ്കളിലേക്ക് തന്നെ തിരികെ വരുന്നത്. ഇവിടെ കൃത്യമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ED-ക്ക് ഈ അന്വേഷണത്തിലേക്ക് പോകേണ്ടി വന്നത്? അത് സാമ്പത്തിക തട്ടിപ്പാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും PMLA ആക്ടിന്റെ കീഴിൽ വരുന്നതാണ്. നേരത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചപ്പോൾ തന്നെ വലിയ തട്ടിപ്പുകൾ അവിടെ നടന്നിരിക്കുന്നു എന്നത് കണ്ടെത്തിയതുമാണ്. അപ്പോൾ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. പ്രതിപട്ടികയിലേക്ക് വരുന്നവരെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇവിടെ പ്രധാനപ്പെട്ട 3 CPI നേതാക്കളെ അടക്കം ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കുറ്റപത്രം അല്ലെങ്കിൽ അന്തിമ കുറ്റപത്രം സമർപ്പിക്കുന്നത്. അതിനെ എങ്ങനെയാണ് ഒരു ഉപതെരഞ്ഞെടുപ്പുമായി നമുക്ക് കൂട്ടിക്കെട്ടാൻ സാധിക്കുക എന്നുള്ളതാണ്. ശ്രീ ജയചന്ദ്രൻ. അല്ല, ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഈ തെറ്റിദ്ധരിപ്പിക്കൽ എന്താണെന്ന് അറിയാമോ അഭിലാഷേ? ഈ പ്രശ്നം ഇപ്പോൾ ED വന്നപ്പോൾ കണ്ടെത്തിയ എന്തോ ഒരു പുതിയ സംഭവ വികാസമായി ചിത്രീകരിക്കാനുള്ള ബോധപൂർവമായ വ്യാജ പ്രചാരണമാണ് നടക്കുന്നത്. എന്താണ് വസ്തുത എന്നുള്ളത് അറിയാത്തവരല്ല ഈ പറയുന്നവരൊന്നും. അതാണ് ഏറ്റവും പ്രധാനം. രണ്ടാമത്തെ കാര്യം, ഈ കരുവന്നൂർ ബാങ്കിൽ തട്ടിപ്പ് നടന്നതെന്ന് ആദ്യം ആരാണ് കണ്ടെത്തുന്നത്? പോലീസാണോ? അല്ലല്ലോ. ഇത് ഒരു ഉന്നതതല കമ്മിറ്റിയെ സർക്കാർ തീരുമാനിച്ച് ഇതിൻ്റെ അകത്ത് അന്വേഷണങ്ങൾ നടത്തിയ അതാണല്ലോ തുടക്കം. ഇതിൻ്റെ അകത്ത് കരുവന്നൂർ ബാങ്കിൽ അങ്ങനെയാണല്ലോ തുടക്കം. ഞാനത് പറയാം, അത് കൃത്യമായി പറയണമല്ലോ. കൃത്യമായി പറഞ്ഞ് പോകാതിരിക്കാൻ ശരിയല്ലല്ലോ. GORT 459/2021 കോഓപ്പറേറ്റീവ് നമ്പർ 24/7/2001 ഒരു 9-അംഗ ഉന്നതതല കമ്മിറ്റി രൂപീകരിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചു. ഈ ഉന്നതതല കമ്മിറ്റി കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക്, മേപ്പടി ബാങ്കിന്റെ ശാഖകൾ, വ്യാപാര സ്ഥാപനങ്ങൾ, ബാങ്കിന്റെ ഭരണ നിയന്ത്രണവും ഓഡിറ്റ് നിയന്ത്രണവും നിർവഹിക്കുന്ന സഹകരണ വകുപ്പ് ഓഫീസുകൾ എന്നിവിടങ്ങളിലെ രേഖകൾ പരിശോധനാ വിധേയമാക്കി ആണ് നടപടികളിലേക്ക് കടക്കുന്നത്. ഇതിനോടനുബന്ധമായിട്ടാണ് ആദ്യം ജൂൺ 14-ാം തീയതി ബാങ്കിന്റെ സെക്രട്ടറി ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു. അത് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ക്രൈംബ്രാഞ്ചിലേക്ക് DGPക്ക് സർക്കാർ കൊടുക്കുന്നു. DGP ക്രൈംബ്രാഞ്ചിൽ കൊടുക്കുന്നു. അന്വേഷണം മുമ്പോട്ട് പോകുന്നു. ആ ഘട്ടത്തിലാണ് പിന്നീട് സ്വാഭാവികമായിട്ട് ED-ക്ക് വരണമെന്നുണ്ടെങ്കിൽ പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുള്ളതാണല്ലോ നിയമം. അങ്ങനെ ED വരുന്നു, ക്രൈംബ്രാഞ്ചിന് കേസായിട്ട് എടുത്ത് ECR ഇടുന്നു, തുടർന്ന കാര്യങ്ങൾ നടത്തുന്നു. അതാണ് ഇതിൻ്റെ ഈ വസ്തുതാപരമായ കാര്യങ്ങൾ വിശദീകരിച്ചാണ് ചർച്ച നടക്കുന്നതെങ്കിൽ അങ്ങനെയാണ് ചർച്ച ചെയ്യേണ്ടത്. പക്ഷേ അത്രയും ഭാഗം മറച്ചു വെക്കുകയാണ്. ED വന്ന് ECR ഇട്ടപ്പോൾ മുതലാണ് കരുവന്നൂർ ബാങ്കിലെ പ്രശ്നങ്ങൾ പുറത്തു വരുന്നത് എന്നുള്ളതാണ് വ്യാഖ്യാനം. അത്രയും വ്യാഖ്യാനപ്പെടുത്തുക നല്ലതാണ്. BJPയുടെ പ്രതിനിധിയാണല്ലോ പറഞ്ഞത്. ക്രൈംബ്രാഞ്ച് അടക്കം അന്വേഷിച്ചതല്ലേ, ED അല്ലല്ലോ ഇത്തരത്തിലൊരു കണ്ടെത്തലിലേക്ക് പോയത് എന്നല്ലേ അദ്ദേഹം പറയുന്നത്? അല്ല, അങ്ങനെ അല്ലെന്നാ ഞാൻ പറഞ്ഞത്. ED അല്ലെന്നാ പറഞ്ഞത്. ഇത് വകുപ്പ് തല അന്വേഷണം, പിന്നെ പോലീസ് കേസ്, പിന്നെ ക്രൈംബ്രാഞ്ച്, അങ്ങനെയാണ് ക്രോണോളജി വരുന്നത് തന്നെ അങ്ങനെയാണ്. ആ തീയതി അടക്കവും മറ്റു വിശദമായ കാര്യങ്ങളെല്ലാം എൻ്റെ കയ്യിലുണ്ടെന്നേ. അതല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ED ഇങ്ങോട്ട് വന്ന് കേസങ്ങ് ഏറ്റെടുത്ത് അതങ്ങ് ഗംഭീരമാക്കി ഈ നിലയിലേക്ക് എത്തിക്കുന്നതല്ല കാണുന്നത്. അല്ല ശ്രീ ജയചന്ദ്രൻ, ഇവിടെ സംശയം ഇതാണ്. ED അന്വേഷിക്കുമ്പോൾ, അതായത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമ്പോൾ അഴിമതിയുണ്ട് എന്ന് കണ്ടെത്തി. താങ്കൾ ഈ സൂചിപ്പിച്ചതുപോലെ ശ്രീ ജയചന്ദ്രൻ, ഞാൻ ഇടപെട്ട് ചോദിക്കുന്നത്, താങ്കൾ പറഞ്ഞതുപോലെ ഒരു സമിതി അന്വേഷിക്കുന്നു, അവിടെ പിഴവ് കണ്ടെത്തുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു, പിഴവ് കണ്ടെത്തുന്നു. ED അന്വേഷിക്കുന്നു, പിഴവ് കണ്ടെത്തുന്നു. ഇതിൽ ED മാത്രം കണ്ടെത്തുന്ന പിഴവ് രാഷ്ട്രീയ ഗൂഢാലോചനയായി മാറുന്നത് എങ്ങനെ എന്നുള്ളതാണ് ചോദ്യം.
രാഷ്ട്രീയ ഗൂഢാലോചനയായി മാറുന്നത് എങ്ങനെയെന്നുള്ളത് കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന വസ്തുതയാണല്ലോ. ED ഒരു കേസിൽ എങ്ങനെയാണ് വരുന്നത്? EDക്ക് വരാൻ ഏറ്റവും പ്രാഥമികമായ കാര്യം എന്ന് പറഞ്ഞാൽ ആ ഇടപാടിൽ അല്ലെങ്കിൽ ആ സംഭവത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട് എന്നുള്ള പ്രാഥമികമായ ഒരു നിഗമനത്തെ തുടർന്നാണല്ലോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഏത് കേസിലും ഇൻവോൾവ് ചെയ്യാറുള്ളത്. ഇവിടെയും അത് തന്നെയായിരുന്നു അവരുടെ പ്രബലമായ നിഗമനം. ആ രൂപത്തിലായിരുന്നു. ആ രൂപത്തിലുള്ള നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ചിൽ നിന്ന് അവർ കേസ് ഏറ്റെടുക്കുന്നത്. 171 കൺസേൺഡ് ഫയലുകൾ മൊത്തം അവർ ഏറ്റെടുക്കുകയാണല്ലോ ചെയ്തത്. എന്നിട്ട് ECIR ഇടുന്നു, കാര്യങ്ങൾ മുമ്പോട്ട് നീക്കുന്നു. ഇതാണ് ചെയ്തത്. ഇനി അതെങ്ങനെയാണ് രാഷ്ട്രീയ നേതാക്കളിലേക്കും രാഷ്ട്രീയ വൽക്കരണത്തിലേക്കും വരുന്നതെന്നാണല്ലോ താങ്കൾ ചോദിക്കുന്നത്. അതിന്റെ ഏറ്റവും ക്ലാസിക്കലായ എക്സാമ്പിളാണ് ഞാൻ മുമ്പേ പറഞ്ഞു തുടങ്ങിയത്. AC മൊയ്തീനെ ഇന്ന് അറസ്റ്റ് ചെയ്യും, നാളെ അറസ്റ്റ് ചെയ്യും, ലോക്കപ്പിലിടും. അത് വാർത്തകളുടെ ഒരു തള്ളിക്കയറ്റം ഉണ്ടായ സമയം താങ്കൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. അതിനുശേഷം ഇദ്ദേഹത്തിന്റെ 29 ലക്ഷത്തി ചില്ലുവാൻ രൂപ, ഏതാണ്ട് 30 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ഫ്രീസ് ചെയ്തു എന്ന് വരുന്ന മാധ്യമങ്ങളുടെ മുഴുവൻ വാർത്തയും വന്നത്. എന്നിട്ട് പിന്നീട് ഹൈക്കോടതി തന്നെയാണല്ലോ പറഞ്ഞത് ആ പണം റിലീസ് ചെയ്യാൻ പറഞ്ഞത്. പിന്നെ പ്രശ്നമില്ലല്ലോ. അത് കഴിഞ്ഞ് ഇപ്പോ ഈ ചാർജ് ഷീറ്റില് അതാണല്ലോ ഇന്നത്തെ ചർച്ചാ വിഷയം തന്നെ. അതുകൊണ്ടാണല്ലോ ചാർജ് ഷീറ്റിൽ ED 68ാം പ്രതിയായിട്ട് ചേർത്തിരിക്കുന്ന ആരാണ്? CPM ആണ്. മറ്റേത് AC മൊയ്തീൻ, CPIM, നമ്മുടെ വർഗീസ്, പിന്നെ 70ാം പ്രതിയായിട്ട് K രാധാകൃഷ്ണൻ MP. ഇങ്ങനെയാണല്ലോ വന്നിരിക്കുന്നത്. ഇവരെ ഇപ്പോ അങ്ങ് അറസ്റ്റ് ചെയ്യാൻ പോവാണോ അല്ലെങ്കിൽ ജയിലിലാക്കാൻ പോവാണോ എന്നാരും ആരോപിക്കില്ലല്ലോ. അല്ല, അവിടെ ജയചന്ദ്രൻ ഈ കേസിൽ ഒന്നാം പ്രതി മധു അമ്പലപുരം CPMന്റെ കൗൺസിലറാണ്. പണിയൊന്നും ഏക്കാതെ മിടുക്കന്മാരുടെ പണിയായിട്ടാണ്. ശ്രീ ജയചന്ദ്രൻ, താങ്കൾ ഈ സൂചിപ്പിക്കുന്ന പോലെ ഈ പറയുന്നത് പോലെ ഇപ്പൊ ഈ ചെയ്തിരിക്കുന്നത് ഇതൊന്നും ഞാൻ താങ്കൾ സൂചിപ്പിക്കുന്നിടത്ത് തന്നെ ഉണ്ടല്ലോ. അതായത് ഇവരൊന്നും ഈ ഒന്നാം പ്രതിയോ രണ്ടാം പ്രതിയോ അല്ല. അതുകൊണ്ട് പ്രതിപട്ടിക, അതായത് ഒരു പ്രതിപട്ടികയിൽ ഒരുപാട് പ്രതികൾ ഉണ്ടാകും, അത് സ്വാഭാവികമാണ്. അപ്പോൾ ആ പ്രതിപട്ടികയിൽ ഇടം നേടുമ്പോൾ പാർട്ടി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ പാർട്ടിയുടെ 3 മുൻ ജില്ലാ സെക്രട്ടറിമാരുണ്ടാകുന്നു. അവർ ഒന്നാം പ്രതിയോ രണ്ടാം പ്രതിയാണോ എന്നില്ല. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ അവർ ഉന്നതരായ രാഷ്ട്രീയ നേതാക്കളാണ്. പിന്നെ അവർ പ്രതിപട്ടികയിൽ തന്നെ 1ഓ 2ഓ സ്ഥാനത്തൊന്നും ഉള്ളവരല്ല എന്ന് കരുതി അവരെ ഒഴിവാക്കാൻ പറ്റുമോ ശ്രീ ജയചന്ദ്രൻ? അത് ഞാൻ പറഞ്ഞില്ലല്ലോ. അവരുടെ ഈ പ്രതിപട്ടികയിലെ സ്ഥാനം വെച്ചുകൊണ്ടല്ല കുറ്റത്തിന്റെ ഗ്രാവിറ്റി നിർണ്ണയിക്കുന്നതെന്ന് ആർക്കും അറിയുന്നതാണ്. അതെനിക്കും അറിയാമല്ലോ. അങ്ങനെയല്ലല്ലോ. 70ാം പ്രതിയും 1ാം പ്രതിയും തമ്മിൽ ഗ്രാവിറ്റി ഏതാന്നുള്ള കോടതിയാണ് തീരുമാനിക്കുന്നത്. അതിൻ്റെ അകത്തൊന്നും നമുക്ക് അത്തരത്തിലുള്ള വിദണ്ഡവാദങ്ങളൊന്നും ഉന്നയിക്കുന്ന ആളുമല്ല ഞാൻ. അതവിടെ നിൽക്കട്ടെ. അതല്ലല്ലോ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അതല്ല. ഇപ്പൊ അവരങ്ങനെയാണ് ചേർത്തത് എന്നാണ് പറഞ്ഞത്. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്? ഇന്ന് മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താണ് ഇവരുടെ മുമ്പിലുള്ള ഈ ആൾക്കാർക്കെതിരെയുള്ള തെളിവ് എന്താണ്? അതിനെക്കുറിച്ച് വല്ലതും സൂചനയുണ്ടോ അഭിലാഷിന്? ശ്രീ രാധാകൃഷ്ണൻ തന്നെ സൂചിപ്പിച്ചല്ലോ. അപ്പോ ഈ കേസിലെ പ്രതിയായിട്ടുള്ള കഴിഞ്ഞാൽ ഇതിനെതിരെ ജാമ്യം കിട്ടാത്ത കേസൊന്നും അല്ലല്ലോ ഇത്. ഹൈക്കോടതി പോയാൽ ക്വാഷ് ചെയ്ത് വരെ പോകുന്ന കേസേ ഉള്ളന്നേ ഇത്. അത്തരത്തിലുള്ള പ്രാധാന്യമേ ഇവരെ ഈ പ്രതികളാക്കി എന്നുള്ളതിന് കാണേണ്ടുള്ളൂ നിയമപ്രകാരം. പക്ഷെ CPIM പറഞ്ഞിരിക്കുന്നത് അതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടാൻ തന്നെയാണ് പാർട്ടി എന്നുള്ളതിലെ CPM തീരുമാനിച്ചിരിക്കുന്നത്. അത് സംസ്ഥാന സെക്രട്ടറിയായിട്ട് അറിയിച്ചിട്ടുണ്ട്. അത് രാഷ്ട്രീയമായിട്ട് അവർ നേരിടട്ടെ. പക്ഷെ നിയമപ്രകാരം ഇത്രയേ ഉള്ളൂ ഇതിന്റെ ഗ്രാവിറ്റി എന്നുള്ളതാണ് എന്റെ ബോധ്യം. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ഫറൂഖ്, ഇതാ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിക്കഴിഞ്ഞു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം തന്നെ വന്നു കഴിഞ്ഞിരിക്കുന്നു. അവിടെ കോൺഗ്രസ് ഇന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു. ആര്യാടൻ ഷൗക്കത്ത് കളത്തിൽ സജീവമാവുകയാണ്. തീർച്ചയായും ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ അതിനിടയിൽ ഉണ്ടാകുന്ന വാർത്തകൾക്കെല്ലാം വലിയ പ്രസക്തി ഉണ്ടാകും. ഇവിടെ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ ദിവസങ്ങളായി ചർച്ച ചെയ്യുന്നു, അല്ലെങ്കിൽ വർഷങ്ങളായി തന്നെ ചർച്ച ചെയ്യുന്നു. ഈ പറഞ്ഞ പേരുകൾ, അത് AC മൊയ്തീൻ്റെതാകട്ടെ, M വർഗീസിൻ്റെതാകട്ടെ, K രാധാകൃഷ്ണൻ്റെതാകട്ടെ, ആ പേരുകളൊക്കെ നേരത്തെയും കേട്ടിട്ടുള്ളതാണ്, അവരെ ചോദ്യം ചെയ്തിട്ടുള്ളതാണ്. ഏറ്റവും ഒടുവിൽ 27 പ്രതികൾ കൂടി പുതുതായി ഉൾപ്പെടുന്നു. അങ്ങനെ 83 പ്രതികൾ ഉണ്ടാകുന്ന കുറ്റപത്രം, അന്തിമ കുറ്റപത്രം ED സമർപ്പിക്കുന്നു. ഈ സമയം എന്നത് വളരെ കൃത്യമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സമയമാണ്. അത് കൃത്യമായ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ളതാണ് എന്നുള്ളതാണ് CPMന്റെ ഇപ്പോഴത്തെ നിലപാടും പ്രതികരണവും.
ആദ്യമായി ഇവിടെ തെരഞ്ഞെടുപ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ UDF ആണ്. 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിങ്ങളത്തെ ആര്യടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന പ്രഗത്ഭനായ UDFന്റെ കരുത്തനായ സാരഥിയായി UDFനെ നയിക്കാൻ നിലമ്പൂരുണ്ടാകും. ഏതായാലും ഇടതുപക്ഷം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നില്ല. അവർ കരുവന്നൂരിന്റെ പുറകിൽ നടക്കുന്നുണ്ടാവും. ഞാൻ എന്റെ തുടക്കത്തിൽ തന്നെ ഈ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി പറയാം. ഈ CPMന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. വളരെ ദയനീയം എന്ന് പറഞ്ഞാൽ, ഈ പണ്ട് ഞാനൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെ വീടിന്റെ മുന്നിൽ ഈ സഞ്ചി പിടിച്ചിട്ട് ഇങ്ങനെ ആളുകൾ വരും. പഴയ സാധനങ്ങൾ എന്തെങ്കിലും കൊടുക്കാനുണ്ടോ, ആക്രി ഉണ്ടോ, പ്ലാസ്റ്റിക് ഉണ്ടോ, കുപ്പി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. അതുപോലെയാണ് ഗോവിന്ദൻ മാഷ് അപ്പുറത്തെ പാർട്ടിയുടെ ഏതെങ്കിലും ഓഫീസിന്റെ മുന്നിലോ നേതാക്കന്മാർ നിൽക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഒരു സ്ഥാനാർത്ഥിയെ തരുമോ, ഒരു സ്ഥാനാർത്ഥിയെ തരുമോ, ഒരു സ്ഥാനാർത്ഥിയെ തരുമോ എന്ന് ചോദിച്ച് നടക്കേണ്ട ഒരു ഗതികേടിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടി എത്തി എന്നുള്ളതിൽ ഞാൻ സഹതപിക്കുകയാണ്. ഏതായാലും ഇവിടെ ഇപ്പോ EDയുടെ വിഷയമൊക്കെ പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയാം. ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പാണ് AC മൊയ്തീന്റെ വീട്ടിലും CPM നേതാക്കന്മാരുടെ വീട്ടിലുമെല്ലാം കുറച്ചൊരു റെയ്ഡ് എന്ന് പറഞ്ഞിട്ടൊക്കെ വന്നു. അവര് രാവിലെ വന്നു, അവിടെ വീട്ടിൽ കയറി ചായ കുടിച്ചു, ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു, തിരിച്ചു പോയി. അതിനുശേഷം ഇതൊരു BJPയുടെയും CPMന്റെയും വിലപേശൽ രാഷ്ട്രീയത്തിന്റെ ഭാഗം മാത്രമാണ് കേരളത്തിൽ ED പ്രവർത്തിക്കുന്നത്. ഇത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പൊ പ്രതികളോ എന്ന് പറഞ്ഞ 67ാമത്തെ പ്രതി എന്ന് പറയുന്നത് ശ്രീ AC മൊയ്തീൻ, 68 CPIM, 69ാമത്തെ പ്രതി വർഗീസ്, 70ാമത്തെ പ്രതി ശ്രീ രാധാകൃഷ്ണൻ. ഈ കേസ് എവിടേക്കും പോകില്ല. കാരണം BJPയെ എതിർക്കുന്ന പാർട്ടികൾക്കെതിരെ മാത്രമാണ് EDയുടെ നടപടി ഉണ്ടാകുള്ളൂ. BJPയുമായി ബാന്ധവമുള്ള ആളുകളുമായി EDക്ക് ഒരു കുഴപ്പമുണ്ടാകില്ല എന്ന് ഇതിനു മുമ്പുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്. അല്ല, അങ്ങനെയെങ്കിൽ ശ്രീ ഫറൂഖ്, അങ്ങനെ BJPയുമായി അവിടെ ബന്ധമുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ സമയത്ത് ഇങ്ങനെ ഒരു കുറ്റപത്രം സമർപ്പിക്കുന്നത്? BJPയും CPIയും തമ്മിൽ ധാരണയുണ്ടെങ്കിൽ ഒരു സുവർണാവസരം കളഞ്ഞു കുളിക്കാൻ തയ്യാറാകുമോ? നിലമ്പൂർ ഇലക്ഷന് വേണ്ടിയിട്ടല്ല. ഒന്ന് കാര്യം മനസ്സിലാക്കിക്കോ. വരുന്ന പഞ്ചായത്ത്, ബഹുമാനായ പ്രതിപക്ഷ നേതാവ് വ്യക്തമായിട്ട് ഇന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞു, വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുമുള്ള അഡ്ജസ്റ്റ്മെന്റിന്, വിലപേശൽ രാഷ്ട്രീയത്തിന്, BJPയും CPIയും തമ്മിലുള്ള ബന്ധത്തിന്, അതിനുവേണ്ടിയുള്ള ഒരു ഉപാധി മാത്രമായിട്ടാണ് ഈ EDയെ കാണാൻ കഴിയുമെന്ന് വളരെ വ്യക്തമായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. എനിക്ക് പറയാൻ കാരണം എന്താണ്, ഇവിടെ EDയെ വെൽക്കം ടു കേരള എന്ന് പറഞ്ഞ്, വാം വെൽക്കം ടു കേരള എന്ന് പറഞ്ഞ് ക്ഷണിച്ചത് ബഹുമാനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലാണ്. ശിവശങ്കർ ഉൾപ്പെടെയുള്ളവർ പ്രതിയായി ജയിലിൽ പോകുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് കേസ് മുന്നോട്ട് പോകുന്നില്ല. ഞാൻ ശ്രീ അഭിലാഷ് ഒരു കാര്യം പറയാം. അല്ല, അതങ്ങനെ ഒരു ബന്ധത്തിന്റെ പുറത്താകണമോ? അദ്ദേഹത്തിന് ആത്മവിശ്വാസം ഉണ്ടാകാം താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന്. അങ്ങനെ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ പറയില്ല, ഇപ്പോൾ ഞാൻ ചെയ്യാത്തൊരു കുറ്റത്തിന് ഏതൊരു തരത്തിലുള്ള അന്വേഷണത്തെയും ഞാൻ സ്വാഗതം ചെയ്യും. കാരണം ഞാൻ കുറ്റക്കാരനല്ല എന്ന് എനിക്കറിയാം. അതുപോലുള്ള സ്വാഗതമായി കണക്കാക്കാൻ പറ്റില്ലേ? പിണറായി വിജയന്റെ ആത്മവിശ്വാസമല്ല, പിണറായി വിജയന്റെയും CPMന്റെയും BJPയുമായുള്ള ബന്ധത്തിന്റെ ആത്മവിശ്വാസം മാത്രമായിട്ടാണ് അതിനെ കാണാൻ കഴിയുള്ളൂ. ആ കേസുമായി ബന്ധപ്പെട്ട് എന്തുണ്ടായി, എവിടേക്ക് എത്തി? ഇതേപോലെ തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പാണ് അങ്ങനെയാണ് ഈ തൃശ്ശൂർ ഇലക്ഷനും ADGPയും ദത്താത്ര ഒസബലയ എന്ന് പറയുന്ന RSS നേതാവിന് കൂടിക്കഴിഞ്ഞ് ഇതൊക്കെ ഇതിനകത്ത് വരും. അതുകൊണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഈ വിലപേശൽ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഇതൊന്നുമില്ല. പക്ഷെ അവിടെ എത്രയോ ആളുകളുടെ കണ്ണുനീരുണ്ട്, നമ്മൾ മറക്കാൻ കഴിയില്ല. ഒരു സഹകരണ ബാങ്കിൽ ഇത്രത്തോളം വലിയ അഴിമതിയും ഇത്രത്തോളം വലിയ കൊള്ളയും ഇത്രത്തോളം പച്ചയായ മനുഷ്യരെ അവരെ പറ്റിച്ച പണം കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് 400 കോടി രൂപയോളം ഇവർ അതിൽ നിന്ന് അടിച്ചുമാറ്റി. CPM എങ്ങനെ അടിച്ചുമാറ്റിയത്? ഒന്നും അറിയാത്ത 43 പേരുടെ ആധാരം, ആ ആധാരം അവരവിടെ ലോൺ എടുത്തു, അവർ പോലും അറിയുന്നില്ല. അവരെങ്ങനെ അറിയുന്നത്? അവർക്ക് ജപ്തി നോട്ടീസ് വരുമ്പോൾ മാത്രമാണ്. അങ്ങനെ എത്ര പേര് മരണപ്പെട്ടു നിങ്ങൾക്കറിയില്ലേ? കുമാർ, അതുപോലെ ഫിലോമിന. അവരൊക്കെ, ആ കുമാർ എന്ന് പറയുന്ന വ്യക്തിക്ക് ആശുപത്രിയിൽ പോയി ചികിത്സിക്കാൻ പണമില്ല. ആ പണം വിഡ്രോ ചെയ്യാൻ വേണ്ടി ബാങ്കിൽ ചെന്നപ്പോൾ നൽകാതെ അവരൊക്കെ ആത്മഹത്യ ചെയ്തതല്ല, CPMന്റെ നേതാക്കന്മാർ കൊന്നു എന്ന് പറയേണ്ടി വരും, ഒരു സംശയമില്ല. എന്നിട്ട് ഈ പണം എന്ത് ചെയ്തു? ഇന്നത്തെ കുറ്റപത്രത്തിൽ പറയുന്നു 68ാമത്തെ പ്രതിയായ CPM. നിങ്ങൾ ചരിത്രത്തിൽ കണ്ട ഒരു പാർട്ടിയാണ് 68ാമത്തെ പ്രതി CPM. ആ CPM ഈ മുഴുവൻ ഫണ്ട് അവർക്ക്
ഓഫീസ് ഉണ്ടാക്കാനും അവർക്കും വേണ്ടി മാത്രം വിനിയോഗിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം സംശയിക്കുന്നു. 9 നിലകളാൽ അമ്പരച്ചുംബികളാൽ ഉയർന്നു നിൽക്കുന്ന AKG സെന്റർ തിരുവനന്തപുരത്തുണ്ട്. അതും ഈ കരുവന്നൂരിലെ പാവപ്പെട്ടവന്റെ കണ്ണുനീര് കൊണ്ട് ഉണ്ടാക്കിയ ഒരു മണിമാളികയാണോ എന്ന് ഞാൻ സംശയിച്ചു പോവുകയാണ്. അത്രത്തോളം ഈ CPM എന്ന് പറയുന്ന പാർട്ടി പാവപ്പെട്ടവന്റെ പണം എടുത്ത് ഇത്രത്തോളം കൊള്ള നടത്തുമ്പോ ഞാൻ ഒരു കാര്യം പറയുന്നു, ED എനിക്ക് വിശ്വാസമില്ല. ED BJPക്ക് എതിരുള്ളവരെ മാത്രമേ പിടിക്കൂ. അതാണ് അരവിന്ദ് കെജ്രിവാൾ, അതിനുദാഹരണമാണ് ചിദംബരം, അതിനുദാഹരണമാണ് DK ശിവകുമാർ. പക്ഷേ ശ്രീ K രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞത് താങ്കൾ പറഞ്ഞതുപോലെ തന്നെയാണ്. അതായത് EDക്കെതിരെ ക്ഷമിക്കണം BJPക്കെതിരെ ആര് പ്രവർത്തിക്കുന്നു അവരെയാണ് ED ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ നേരെ തിരിയുന്നത്. കേരളത്തിലാണ് ഇപ്പോൾ CPM ഭരണത്തിലിരിക്കുന്ന ഒരേ ഒരു സംസ്ഥാനം. അവിടെ CPMന് വലിയ വളർച്ചയുണ്ടാകുന്നു. അതുകൊണ്ട് സ്വാഭാവികമാണല്ലോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഞാൻ SFIO കേസ് വീണ ജോർജ് ഇപ്പൊ എവിടെയുണ്ട്? ക്ലിഫ് ഹൗസിൽ നന്നായിട്ട് അവിടെ ഉണ്ടാവും. ഒരു തരത്തിലുള്ള ഫർദർ നടപടികൾ എന്തുണ്ടായി? വീണ വിജയൻ ഞാൻ പറയുന്നു, നിങ്ങൾ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ പറയുന്നു വിലപേശലാണ്, ഇത് വിലപേശലാണ് ഉറപ്പിക്കുന്നു. ശരി, അതാണോ ശ്രീ പി കൃഷ്ണദാസ്? എനിക്ക് ശ്രീ NK ഹരിദാസിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതാണ് കോൺഗ്രസിന്റെ ആരോപണം. അതായത് ഇത് മറ്റൊരു ഇപ്പോഴത്തെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പല്ല, വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുണ്ട്, അതിനുശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്, അതിലേക്കുള്ള വിലപേശലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ലക്ഷ്യം, പക്ഷെ ഇതല്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പറച്ചിൽ. പക്ഷേ നമുക്ക് കുറച്ചുകൂടി സീരിയസ് ആയി വേണ്ട, അല്ലെങ്കിൽ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി വേണ്ട ഒരു വിഷയത്തെ സമീപിക്കാൻ. രാജ്യത്ത് എത്രയോ സംസ്ഥാനങ്ങളിലാണ് കോൺഗ്രസ് പരാജയപ്പെട്ടിട്ടുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെട്ടപ്പോൾ എവിടെയെങ്കിലും ഏതെങ്കിലും കേസ് നടത്തിയതിന്റെ പേരിലാണോ? BJP ഏതെങ്കിലും കേസെടുത്ത് കുറ്റപത്രം സമർപ്പിച്ചതിന്റെ പേരിലാണോ കോൺഗ്രസിനെതിരെ BJPക്കെതിരെ ഉള്ള ആരോപണങ്ങൾ മുനയൊടിഞ്ഞു പോയി BJP ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്? രാജ്യത്ത് ഇപ്പൊ CPM രാധാകൃഷ്ണൻ പറയുന്നത് എന്താണ്? CPM കേരളം ഭരിക്കുന്നു, അതുകൊണ്ട് BJPക്കാർ കേരളത്തിലെ CPMനെ ഇല്ലാതെയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. എത്ര ബാലിശമാണ്! അദ്ദേഹത്തെ പോലെ ഒരു മുതിർന്ന CPM നേതാവ് ഈ തരത്തിലൊരു രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്നത്, അല്ലെങ്കിൽ ഒരു കേസിനെ കാണുന്നത്. അദ്ദേഹം അടക്കമുള്ള ആളുകൾ CPMന്റെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ, 3 ജില്ലാ സെക്രട്ടറിമാരുടെ കാലഘട്ടത്തിൽ കരുവന്നൂരിലെ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തട്ടിപ്പ് നടന്നതിനെ സംബന്ധിച്ച് തങ്ങൾ നേരിട്ട് മൊഴി നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് BJPക്കാരല്ല, CPMക്കാരായിട്ടുള്ള അവിടെ പണം നിക്ഷേപിച്ചിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള സഹകാരികളാണ്. അപ്പൊ എത്ര സഹകാരികളുടെ പണമാണ്? 1-2 രൂപയല്ല, 300ഓളം കോടി രൂപയാണ് കട്ടുമുടിച്ചിരിക്കുന്നു എന്ന് ആരോപണമുണ്ടായിട്ടുള്ള ആരോപണമല്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് കേസ് നടത്തി, അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി, പോലീസ് അന്വേഷണം നടത്തി. നേരത്തെ ശ്രീ ജയേന്ദ്രൻ സൂചിപ്പിച്ചോളൂ. ശ്രീ ജയേന്ദ്രൻ എനിക്ക് അങ്ങോട്ട് സൂചിപ്പിക്കാനുള്ളത്, അങ്ങ് ഒരുപക്ഷെ ഞാൻ പറഞ്ഞ കേട്ടിട്ടുണ്ടാവില്ല. ഞാൻ പറഞ്ഞ അത് തന്നെയാണ്. ED എല്ലാ അന്വേഷണം ആദ്യം നടത്തിയത്. ആദ്യം അന്വേഷണം നടത്തിയത് സംസ്ഥാന പോലീസാണ്. അപ്പൊ സംസ്ഥാന പോലീസിനെ സംബന്ധിച്ചും ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചും അവർക്ക് ഇടതുപക്ഷം നടത്തിയിട്ടുള്ള അഴിമതിയെ സംബന്ധിച്ച് ഇടതുപക്ഷം ഭരിക്കുമ്പോൾ കൂടുതൽ ആളുകളെ പ്രതി ചേർക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയുള്ളത് കൊണ്ടാണ് ഒരു പക്ഷേ ആ കേസുകളെല്ലാം രജിസ്റ്റർ ചെയ്യുകയും EDക്ക് കൈമാറേണ്ട സാഹചര്യം ഉണ്ടായത്. ED ഒരു സുപ്രഭാതത്തിൽ വന്ന് കേസെടുത്തതല്ല ശ്രീ ജയചന്ദ്രൻ. ED വരാനുള്ള സാഹചര്യം അവിടെ സ്വാഭാവികമായി ഉണ്ടായതാണ്. PMLA ആക്ട് അട്രാക്ട് ചെയ്യുന്ന വിഷയം ഉണ്ടായാൽ അവിടെ ED വരും. അത് കോൺഗ്രസ് ഭരിച്ചാലും വരും, BJP ഭരിച്ചാലും വരും, CPM ഭരിച്ചാലും വരും. ഈ കോൺഗ്രസുകാരെ സംബന്ധിച്ച് അവർ സ്ഥിരമായി പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് അഭിലാഷ്. BJP ഇപ്പോ അൻവർ നിലമ്പൂരിൽ ഒരു പ്രസ്താവന ഇന്നലെ നടത്തി. എന്താ പറഞ്ഞത്? BJP CPMവുമായി ചേർന്നുകൊണ്ട് നിലമ്പൂരിൽ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കാൻ. എന്ത് വിഡ്ഢിത്തരമാണ് ഈ പറയുന്നത്? രാജ്യത്തെ എല്ലാ കോൺഗ്രസ് ഭരണകൂടങ്ങളെയും ഭരണ സംവിധാനങ്ങളെയും CPM ഭരണ സംവിധാനങ്ങളെ തൂത്തെറിഞ്ഞ പാർട്ടിയാണ് BJP. എവിടെയാണ് പശ്ചിമ ബംഗാളിൽ BJPക്ക് മുന്നേറ്റം ഉണ്ടായത്? CPM പിന്നോട്ട് പോയപ്പോഴാണ്, കോൺഗ്രസ് പിന്നോട്ട് പോയപ്പോഴാണ്. എവിടെയാണ് ത്രിപുരയിൽ BJP ഭരണം പിടിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്? CPMനെ മാറ്റി നിർത്തിക്കൊണ്ടാണ്. ഈ കോൺഗ്രസുകാർ എന്താ ധരിച്ചിരിക്കുന്നത്? BJP രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് കോൺഗ്രസുകാരെ ഏതെങ്കിലും തരത്തിൽ അധികാരത്തിൽ കയറ്റാനാണെന്നോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നോ? നിങ്ങൾ എന്താ ധരിച്ചിരിക്കുന്നത്? ഞങ്ങൾ ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് അധികാരം പിടിക്കാൻ തന്നെയാണെന്നേ. ഇത് ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടാണ്. ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ ജനങ്ങൾ അംഗീകരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അത് ഏതെങ്കിലും ഒരു കള്ളത്തട്ടിപ്പുകാരെ അംഗീകരിച്ചുകൊണ്ടല്ല, കള്ളത്തട്ടിപ്പുകാർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്തുകൊണ്ടല്ല, അല്ലെങ്കിൽ അഴിമതിക്കാരായിട്ടുള്ള ആളുകളെ സംരക്ഷിച്ചുകൊണ്ടല്ല. അത് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ സോളാർ കേസ് എടുത്ത് നോക്കിയാൽ അറിയാം എന്തുകൊണ്ട് നിങ്ങളുടെ ഗവൺമെന്റ് ഉള്ള സമയത്തും
അതിനുശേഷം പിണറായി വിജയൻ ഗവൺമെന്റ് വന്ന സമയത്തും സോളാർ കേസ് എവിടെ പോയി? എത്ര കോടിയുടെ ആരോപണമാണ് നിങ്ങൾ ഉന്നയിച്ചത്? ഇടതുപക്ഷം നിങ്ങൾക്കെതിരെ ഉന്നയിച്ചത് എവിടെ പോയി? ആരെങ്കിലും പ്രതി ചേർക്കപ്പെട്ടോ? അപ്പൊ അതൊക്കെ നിങ്ങളുടെ സെറ്റിൽമെന്റിന്റെ രാഷ്ട്രീയം നിങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ട്. ആ രാഷ്ട്രീയം മനസ്സിൽ കിടക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ അഴിമതിയെ കുറിച്ചുള്ള അന്വേഷണം നടത്തുന്ന ഏജൻസികളെല്ലാം രാഷ്ട്രീയ സെറ്റിൽമെന്റ് നടത്തുന്നത്. അങ്ങനെയല്ല സുഹൃത്തെ. BJP-യെ സംബന്ധിച്ച് നിങ്ങൾ അഴിമതി നടത്തിയാലും അകത്ത് പോകും, ഞങ്ങൾ അഴിമതി നടത്തിയാലും അകത്ത് പോകും, CPM അഴിമതി നടത്തിയാലും അകത്ത് പോകും. ഞങ്ങളുടെ ആളുകൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. പല സംസ്ഥാനങ്ങളിലും ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് ഞങ്ങളെ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, കുഴപ്പത്തിൽ ചാടുമ്പോൾ, അഴിമതി കാണിക്കുമ്പോൾ, അക്രമം കാണിക്കുമ്പോൾ കേസിൽ പെടില്ല എന്ന് നിങ്ങൾ ധരിച്ചാൽ അത് നിങ്ങളുടെ ഭരണ കാലഘട്ടത്തിലാണ്. ഞങ്ങളുടെ കാലഘട്ടത്തിൽ അത് നടക്കില്ല. ഇതിൽ ED-ക്ക് ഒരു വ്യത്യാസമില്ലെന്നേ. എന്തിനാ ED വ്യത്യാസം കാണിക്കുന്നത്? CPM അതല്ലേ അവർ രാഷ്ട്രീയപരമായി നേരിടുമെന്ന് പറയുന്നത് BJP-ക്കെതിരെ ആരോപണം ഉന്നയിക്കാനുള്ള സാഹചര്യം ഒരുക്കാൻ വേണ്ടിയിട്ടാണ്. സാഹചര്യങ്ങൾ ഒഴിക്കാനും തെളിവില്ലാതെയാകുമോ? പണം കട്ടുകൊണ്ടുപോയത് ഇല്ലാതെയാകുമോ? ബാങ്കിൽ നിന്ന് പണം അടിച്ചുകൊണ്ടുപോയത് ഇല്ലാതെയാകുമോ? അഴിമതി നടത്തിയത് ഇല്ലാതെയാകുമോ? ഇതെല്ലാം സാധാരണക്കാർക്ക്. ഞാനൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം അഭിലാഷേ. ഇന്നിപ്പോ ഈ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ED കണ്ടെത്തി, ED-യുടെ കൈവശം മീൻസ് കോടതിയിൽ കെട്ടിവെച്ചിരിക്കുന്ന പണമുണ്ടല്ലോ, ഏകദേശം 128 കോടി രൂപ തിരിച്ചു കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സാധാരണക്കാരുള്ള സഹകാരികൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. നിരവധി ആളുകൾ അവർ കൊണ്ട് പരാതി കൊടുക്കുകയും അവർക്ക് പണം തിരിച്ചു കിട്ടണമെന്ന് ആവശ്യപ്പെട്ടു. ഈ കരുവന്നൂർ ബാങ്കിന്റെ ഭരണസമിതി എന്താ ചെയ്തിരിക്കുന്നതെന്ന് അറിയാമോ? അതിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. ഏത്? ഈ പണം ED കണ്ടെത്തിയിരിക്കുന്നത് ഞങ്ങളുടെ ബാങ്കിന്റേതാണോ എന്ന് സംശയമുണ്ട്. അതുകൊണ്ട് അത് തീരുന്നത് വരെ ഈ പണം വിട്ടുകൊടുക്കരുത് എന്ന് പറഞ്ഞാൽ ഇവർ കട്ടുകൊണ്ടു പോവുകയും പിടിച്ചെടുത്ത പണം സാധാരണക്കാരന് കിട്ടാനുള്ള സാഹചര്യം ഇല്ലാതാക്കുകയും ചെയ്യാൻ. അപ്പൊ കള്ളത്തരവും വെട്ടിപ്പും അഴിമതിയും നടത്തിയതിനു ശേഷം പിടിച്ചെടുത്തിട്ടുള്ള പണം അതിന്റെ യഥാർത്ഥ ഉടമകൾക്ക് കൊടുക്കരുത് എന്ന് പറയുന്ന രാഷ്ട്രീയമാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഈ തരത്തിൽ രാഷ്ട്രീയ നയം സ്വീകരിക്കുന്നവരെ കരുവന്നൂർ തിരിച്ചറിയില്ലേ? തൃശ്ശൂരുകാർ തിരിച്ചറിയില്ലേ? ആ തിരിച്ചറിവാണ് സുഹൃത്തെ തൃശ്ശൂരിൽ വൻ ഭൂരിപക്ഷത്തിൽ BJP ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. നിങ്ങൾ അഴിമതി കാണിച്ചാൽ കോൺഗ്രസുകാർ നിങ്ങൾ ഓർത്തു വെച്ചോ, നിങ്ങളുടെ പറയുകയും ED അല്ല എല്ലാ അന്വേഷണ ഏജൻസിയും വരും. ശരി, ശ്രീ NK ഹരിദാസ്, എന്തായാലും BJP പ്രതിനിധി ശ്രീ കൃഷ്ണദാസ് പറയുന്നത് പോലെ തന്നെയാണ് CPM നേതാക്കളും പറയുന്നത്. ഇതൊക്കെ ജനങ്ങൾക്കറിയില്ലേ, ജനങ്ങൾ കാണുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. ED-യുടെ വിശ്വാസവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപട്ടികയിൽ വന്നിട്ടുള്ള ശ്രീ K രാധാകൃഷ്ണൻ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട് എന്ന് പറയുന്നു. ED-യുമായി ബന്ധപ്പെട്ട അഴിമതിയടക്കം പുറത്തു വന്നുകൊണ്ടിരിക്കുകയല്ലേ എന്നുകൂടി അദ്ദേഹം ചേർത്ത് വെക്കുന്നുണ്ട്. അതോടൊപ്പം പ്രധാനപ്പെട്ടതാണല്ലോ ശ്രീ ജയചന്ദ്രൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ, ഇതൊക്കെ കോടതിയിൽ പോയാൽ വളരെ പെട്ടെന്ന് ജാമ്യം കിട്ടാവുന്ന ഒരു കേസാണ്. അപ്പോൾ 1-2 പേരുകൾ ഇങ്ങനെ ചേർത്ത് വെക്കുക, അതും പ്രധാനപ്പെട്ട പേരുകൾ, അതിനപ്പുറത്ത് ഗൗരവമൊന്നും കാണേണ്ടതില്ല എന്ന് പറയുന്നു. കുറച്ചും കൂടി ഗൗരവത്തോട് കൂടിയിട്ട് എന്റെ സുഹൃത്ത് ജയചന്ദ്രൻ ഈ വിഷയത്തെ കാണണമായിരുന്നു. ഒരു സഹകരണ സ്ഥാപനം മുച്ചൂടും മുടിച്ച് വട്ടട്ടിരുന്നിട്ട് പൈസ പങ്കിട്ടെടുത്തിട്ടുള്ള കേസാണത്. അപ്പൊ ഇതിലിപ്പോ നിങ്ങൾ പറയണം നിങ്ങൾക്ക് പ്രിയപ്പെട്ട 1ാം നിര നേതാക്കളെ ഒഴിവാക്കിയാലും 2ാം നിര നേതാക്കളിലേക്ക് എത്തിയാലും CPM-കാരാണ്. 3ാം നിരയോ 4ാം നിരയോ അങ്ങനെ ആ കണ്ണിയുടെ അറ്റത്ത് നിൽക്കുന്നത് നോക്കി വന്നു കഴിഞ്ഞാൽ ലോക്കൽ കമ്മിറ്റിയുടെ ഏതെങ്കിലും മെമ്പർ ആയിരിക്കും. അങ്ങനെ CPM-ന്റെ സഹകാരികളെ CPM-നാൽ പറ്റിക്കപ്പെട്ട ഒരു സാഹചര്യം നിലനിൽക്കെ ഇത്തരത്തിലെ കുറച്ചും കൂടി ഗൗരവത്തോടു കൂടി ഞങ്ങളുടെ നേതാക്കളൊക്കെ കോടതിയിൽ നിന്നൊക്കെ സുഗമമായിട്ട് ഊരിപ്പോരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം പകരേണ്ട ചുമതല ഇത്തരം ഒരു ചർച്ചകളിൽ നമുക്കൊക്കെ വളരെ വലിയൊരു ബാധ്യതയാണ്. ആ ബാധ്യത നിറവേറ്റാൻ നമ്മളൊക്കെ വളരെയധികം സൂക്ഷിച്ച് സംസാരിക്കണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഇന്ന് മദ്രാസ് ഹൈക്കോടതിയുടെ സുപ്രധാനമായ ഒരു വിധി വന്ന ദിവസമാണ്. അപ്പൊ അതിലെന്താ വെച്ച് കഴിഞ്ഞാൽ അന്വേഷണ ഏജൻസികൾ കുറ്റപത്രം സമർപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ വേഗതയിൽ ചെയ്യേണ്ടത് നഷ്ടപ്പെട്ടവർക്ക് പണം പറ്റിച്ചവരിൽ നിന്നും ആ പണം തിരിച്ചു വാങ്ങി കൊടുക്കുന്നതിലാണ് ജാഗ്രത പുലർത്തേണ്ടത്. ഇത്ര മാതൃഭൂമി ഒരു 4 കോളം വാർത്ത ഉണ്ട്, എല്ലാവർക്കും എടുത്ത് വായിക്കാൻ ഞാൻ പറയുന്നത് വെറുതെയല്ല. ആ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ED കണ്ടുകെട്ടിയ പണം എത്രയും വേഗം 6 മരണമാണ് അവിടെ അഭിലാഷ നടന്നിരിക്കുന്നത്. 2 ദുരൂഹത നിറഞ്ഞിട്ടുള്ള മരണമാണ്. 4 മരണം നടന്ന ദിവസം ചർച്ചയിൽ ന്യൂസ് 18 1-2 ചാനലിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ പൊട്ടിക്കരയുന്ന ഒരു കൗമാരക്കാരന്റെ ഒരു വേദന നിറഞ്ഞിട്ടുള്ള സംസാരം, അവന് മുഴുമിപ്പിക്കാൻ പറ്റാത്ത, അതായത് അമ്മയ്ക്ക് സമയത്തിന് ഓപ്പറേഷൻ നടത്താൻ പറ്റാത്ത മരിച്ചിട്ടുള്ള ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പൊ ഇത്തരത്തിൽ CPM-നെ വിശ്വസിച്ചിട്ടുള്ള ആൾക്കാരാണ് ഇവരൊക്കെ. ഇവരുടെയൊക്കെ പേരിൽ എന്താണ് അവിടെ ചെയ്തിരിക്കുന്നത്? അതായത് അനർഹമായ ലോണുകൾ, ആരെങ്കിലും 10,000 രൂപ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒരു 0 ചേർത്തിട്ട് 1 ലക്ഷമാക്കുക, 1 ലക്ഷം എടുത്തവർക്ക് 10 ലക്ഷമാക്കുക. മഴ പെയ്തപ്പോ ആ സഹകരണ സ്ഥാപനത്തിന്റെ ഇറയത്ത് കയറി നിന്നവരുടെ പേരിലെ അഡ്രസ് സംഘടിപ്പിച്ചിട്ട് അതിനും ഇത്തരത്തിലുള്ള ലോൺ കൊടുക്കുക. ഇത്തരത്തിൽ നമ്മൾ പറയില്ലേ പ്രാദേശികമായ മറ്റൊരാൾക്ക് കേട്ടാൽ മറ്റവർക്ക് അറപ്പ് തോന്നുന്ന വിധത്തിലുള്ള തട്ടിപ്പ് നടത്തിയിട്ട് ആ തട്ടിപ്പ് നടത്തിയത് CPM ആണ് എന്നതുകൊണ്ട് മാത്രം
അതിനെ ഒരു തട്ടിപ്പായി കണക്കാക്കാതിരിക്കേണ്ട അവസ്ഥ അത് ശരിയായിട്ടുള്ള കാര്യമല്ല. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, സിസോദിയ കേസിലും അരവിന്ദ് കെജ്രിവാൾ കേസിലും സുപ്രീം കോടതി ഇഡിക്ക് നൽകിയ താക്കീത് നമ്മളൊക്കെ മനസ്സിലാക്കണം. അതായത് തെളിവുകളുടെ അഭാവത്തില് ഒരു വ്യക്തികളെ ഇത്രയും കാലം വിചാരണ കൂടാതെ ജയിലിലിടുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ രണ്ടുപേരെയും മോചിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇഡിയുടെ വിശ്വാസ്യതയെ ഇവിടെ കോൺഗ്രസിന്റെ യുവ നേതാവ് പറഞ്ഞതുപോലെയല്ല, ഇഡി ഈ കാര്യത്തില് ഈ നേതാക്കളൊക്കെ ശിക്ഷിക്കത്തക്ക തോതില് എന്തൊക്കെ ചെയ്യുമെന്നുള്ളത് ഞാൻ ഭയക്കുന്നത്. ഇവിടെ എന്തോ ഒരു 2 കേസ് ശിക്ഷിച്ച കാര്യം അഭിലാഷ് പറയുന്നുണ്ട്. കേരളത്തിലാണോ അത് ഇന്ത്യയിലെ? അത് ഗോവിന്ദൻ പറഞ്ഞതാണ്, അദ്ദേഹത്തിന്റെ ഭാഷയാണ്. എനിക്ക് വിവരാവകാശ നിയമപ്രകാരം കിട്ടിയിട്ടുള്ള വിവരത്തിൽ 5% കേസുകളിലാണ് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഈ 5% കേസ് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു ഇഡിയുടെ അന്വേഷണത്തില് ഇത്തരം ഒരു കേസ്, ഇത്തരം ഒരു പണം കക്കുന്നവര്, ഇത്തരം ഒരു സഹകരണ സ്ഥാപനം കൊള്ളയടിക്കുന്നവര് അഭിലാഷെ കൃത്യമായ പ്ലാനിങ്ങോട് കൂട്ടേ ചെയ്യുള്ളൂ. ഞാൻ അഭിലാഷിനോട് ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു ഡിവൈഎസ്പിയുടെ പേര് ഇതിന്റെ അന്വേഷണത്തിന്റെ പകുതിക്ക് വെച്ചിട്ട് ഈ ട്രയാങ്കിളിലേക്ക് കയറി വന്നു. അദ്ദേഹം ഇവിടെ എവിടെയോ ഏതോ ഒരു സ്ഥലത്ത് റിസോർട്ട് പണിയുന്നു, ഹോട്ടൽ പണിയുന്നു. ഇപ്പൊ അന്വേഷണത്തിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് എത്തിയപ്പോ ആ ഡിവൈഎസ്പിയുടെ പേര് തന്നെ ഇല്ല എന്നൊരു അവസ്ഥയിലാണ്. ഞാൻ ഇന്ന് കരുവന്നൂരിൽ 1-2 പേരോട് ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആക്ഷൻ കൗൺസിലോടൊക്കെ ചോദിച്ചപ്പോ പറഞ്ഞത് അതൊക്കെ പോയില്ലേ. അപ്പൊ ഇത്തരത്തിൽ നാളെ ഈ കേസന്വേഷണം മുൻപോട്ട് പോവുകയും ഇത് കോടതിയിലേക്ക് എത്തി വാദിക്കത്തക്ക തോതിലൊരു പരിതസ്ഥിതിയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ CPM നേതാക്കളാണ് ശിക്ഷിക്കപ്പെടാൻ പോകുന്നത്, ഏതൊക്കെ ഒന്നാമതൊരു കാര്യം, ഈ പാർട്ടിയുടെ പേരിൽ ഇഡിയെ കൊണ്ട് നടപടി എടുപ്പിക്കേണ്ട ഒരവസ്ഥ വരുത്തിയത് അങ്ങേയറ്റം അപലപനീയമാണ്. കാരണം കട്ടുമുടിക്കാൻ വേണ്ടി മാത്രം ഈ പാർട്ടിയിൽ നിൽക്കുന്ന ഉന്നത നേതാക്കൾ മുതൽ മധ്യത്തിലുള്ള നേതാക്കന്മാരെ ഉണ്ട്. ഈ പാർട്ടിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരുപാട് പാവങ്ങളോടുള്ള വഞ്ചനയാണ് പറയുന്നത്. അപ്പോ അത്തരം ഒരു സാഹചര്യത്തിലെ നമ്മൾ പറഞ്ഞില്ലേ, കഴിഞ്ഞ 9 വർഷത്തെ ഭരണനേട്ടം വിവരിക്കാൻ വേണ്ടി ഇവര് നടക്കുമ്പോൾ ഈ ഭരണനേട്ടത്തിലത്തെ ഏറ്റവും വലിയ കാര്യമാണ് ഇത്. ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. 386 സഹകരണ സംഘങ്ങളിൽ സാമ്പത്തിക തിരിമറി നടന്നിട്ടുണ്ട്. ഇതിൽ 246 എണ്ണം അതിനെ കുട്ടനെല്ലൂർ അടക്കം, കുട്ടനെല്ലൂർ കേസ് സെറ്റിൽ ചെയ്തത് അഭിലാഷിന് അറിയോ? പാർട്ടി ഓഫീസിൽ വെച്ചിട്ടാണ്, ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ചിട്ടാണ് ആ കേസ് സെറ്റിൽ ചെയ്ത് വിട്ടത്. അപ്പൊ ഇത്രയും ജനങ്ങൾക്കിടയിലേക്ക് നിയമപരമായിട്ടുള്ള നടപടികൾ നിർത്തിവെച്ചുകൊണ്ട് ഇത് സെറ്റിൽ ചെയ്യാൻ കഴിയുന്ന CPM-നെ സംബന്ധിച്ചിടത്തോളം 39 തവണ BJP ഭരിക്കുന്ന ഇന്ത്യയിൽ ലാവ്ലിൻ കേസ് മാറ്റിവെക്കാൻ കഴിയുന്ന CPM-നെ ഈ കേസുമായിട്ട് മുൻപോട്ട് പോകുമ്പോൾ നാളെ ആരാണ് ഇതിൽ ഇളിഭ്യരാകാൻ പോകുന്നത് എന്ന കാര്യത്തിൽ കണ്ടറിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ ജയചന്ദ്രൻ ഈ സൂചിപ്പിച്ചതുപോലെ, നമ്മുടെ പാനലിസ്റ്റുകൾ സൂചിപ്പിച്ചതുപോലെ കരുവന്നൂരിൽ ഉണ്ടായിട്ടുള്ള തട്ടിപ്പ്, ആ തട്ടിപ്പ് എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം മാധ്യമപ്രവർത്തകർ MV ഗോവിന്ദനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് തെറ്റായ നിലപാടുകൾ സ്വീകരിച്ച ആരെയും പാർട്ടി സംരക്ഷിച്ചിട്ടില്ല, അവർക്കെതിരെ നിലപാടെടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ്. ഇവിടെ ഇത് ഈ പ്രതിപട്ടികയിലേക്ക് വരുമ്പോൾ പാർട്ടി തന്നെ പ്രതിപട്ടികയിലേക്ക് വരുന്നു എന്ന് മാത്രവുമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രമുഖരായ AC മൊയ്തീനെ പോലെയുള്ള, K രാധാകൃഷ്ണനെ പോലെയുള്ള, MM വർഗീസിനെ പോലെയുള്ളവരൊക്കെയാണ് ഇപ്പോൾ പട്ടികയിലേക്ക് വന്നിട്ടും ഉള്ളത്. ഇവിടെ ഈ നിക്ഷേപകരായിട്ടുള്ളവരിൽ വലിയൊരു വിഭാഗം ഇടതുപക്ഷമാണ്, പരാതിക്കാരായിട്ടുള്ളവരിൽ വലിയൊരു വിഭാഗം ഇടതുപക്ഷമാണ്, ഇപ്പോൾ പണം തിരികെ ആവശ്യപ്പെടുന്നവരും വലിയൊരു വിഭാഗവും ഇടതുപക്ഷം തന്നെയാണ്. ഇവിടെ ആരെയെങ്കിലുമൊക്കെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി, തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്നതിനപ്പുറത്ത് ഈ നിക്ഷേപകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ അല്ലെങ്കിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പാർട്ടി സംവിധാനത്തിൽ വെച്ചുകൊണ്ട് തന്നെ അതിൽ കൃത്യമായ നടപടികൾ സ്വീകരിക്കാനോ ഒന്നും സാധിച്ചിട്ടില്ല എന്നത് തന്നെയല്ലേ വസ്തുത. അപ്പോൾ MV ഗോവിന്ദൻ മാധ്യമപ്രവർത്തകർക്ക് ചോദ്യത്തിനൊരു മറുപടി എന്ന നിലയിൽ ജനങ്ങൾക്ക് നൽകുന്നു എന്നതിനപ്പുറത്ത് എന്ത് പ്രസക്തിയാണുള്ളത് ആ മറുപടിക്കൊക്കെ? താങ്കൾ അഭിലാഷ് ഈ പറഞ്ഞത് തീർത്തും വസ്തുതാവിരുദ്ധവും അടിസ്ഥാനരഹിതവുമാണെന്ന് പറയാതെ ഒരു നിവൃത്തിയുമില്ല കേട്ടോ. ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം അതിന്റെ തിരുത്തൽ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല എന്ന് താങ്കൾ ഖണ്ഡിതമായി അങ്ങ് വിധിക്കുകയാണ്. അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ പറയല്ലോ വമ്പൻ സ്രാവുകൾ എന്ന് നമ്മൾ ആലങ്കാരികമായി പറയാം. സ്രാവുകൾക്കൊന്നും പറ്റില്ല, പൊടിമീനുകൾക്കൊക്കെ പറ്റും. അതിനപ്പുറത്ത് എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ്. ഒരു അരവിന്ദാക്ഷനപ്പുറം എന്ത് നടപടിയാണ് എടുത്തത്? ഓക്കെ, ഞാനത് പറയാം. അതിനു മുൻപ് ഈ CPIM ഒരു രാഷ്ട്രീയ കക്ഷി ആദ്യമായിട്ട് ED ഈ കേസിൽ പ്രതിയാക്കിയിരിക്കുകയാണല്ലോ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് EDക്ക് മുമ്പിൽ വന്ന വിഷയങ്ങളിൽ CPM-ന്റെ 5 അക്കൗണ്ടുകളെയാണ് പ്രധാനമായിട്ടും അവർ
പ്രധാനമായിട്ടും അല്ല, ആകെ 5 അക്കൗണ്ടുകളുടെ പേരിലാണ് അവർ തർക്കം ഉന്നയിച്ചിരുന്നത്. ആ 5 അക്കൗണ്ടുകളുടെയും കാര്യം വിശദമായി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പിന്നെ ആ അക്കൗണ്ടുകളിൽ ഒന്നാമത്തെ അക്കൗണ്ട് നമ്പർ 9513 CPIM പുറത്തശ്ശേരി ബിൽഡിംഗ് ഫണ്ടാണത്. അത് പിന്നെ ഈ അക്കൗണ്ടിന് ഇത് ഇങ്ങനെ ഒരു അക്കൗണ്ട് ആരംഭിക്കുന്നത് 19/12/2017 ആ അക്കൗണ്ടിൽ ആകെ വന്ന പണം 1,60,240 രൂപ. അതിൽ ചെലവഴിക്കപ്പെട്ടത് 1,60,000 രൂപ. ബാക്കി അക്കൗണ്ടിൽ 1,240 രൂപ ഉണ്ട്. അടുത്തത് അക്കൗണ്ട് നമ്പർ 5580 CPIM ഏരിയ കോൺഫറൻസിൻ്റെ സോനീർ കമ്മിറ്റിയുടെ അക്കൗണ്ടാണത്. ആ അക്കൗണ്ട് തുടങ്ങുന്നത് 15/10/2007 അക്കൗണ്ട് ക്ലോസ് ചെയ്തു 2008 22/2/2008 ക്ലോസ് ചെയ്തു. അതിൻ്റെ ടോട്ടൽ റെസീറ്റ് കിട്ടിയ പണം 87,474 രൂപയായിരുന്നു. മിച്ചമൊന്നുമില്ല. അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അക്കൗണ്ട് നമ്പർ 8819 CPIM പുറത്താട് ബ്രാഞ്ച് കമ്മിറ്റി 2012 പിന്നെ ഡിസംബർ 26 അക്കൗണ്ട് തുടങ്ങിയത്. ആകെ വന്ന പണം 4,018 രൂപയാണ്. 3,900 രൂപ ചെലവഴിക്കപ്പെട്ടു. 118 രൂപ ബാലൻസ് ഉണ്ട്. അടുത്ത അക്കൗണ്ട് നമ്പർ 5578 നമ്പർ അക്കൗണ്ട് CPIM പുറത്തശ്ശേരി നോർത്ത് ലോക്കൽ കമ്മിറ്റി 2007 15/10/2007 തുടങ്ങി 32,989 രൂപ. അത് മുഴുവൻ മിച്ചമുള്ള പണം 760 രൂപയാണ് അക്കൗണ്ടിൽ ഉള്ളത്. അടുത്തൊരു അക്കൗണ്ട് 27,25,948 രൂപ. അക്കൗണ്ട് നമ്പർ 8858 പുറത്തശ്ശേരി സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ ഈ 27,25,948 രൂപയിൽ 27,24,655 രൂപ ചെലവഴിക്കപ്പെട്ടു. ബാക്കി 1,293 രൂപ. ഈ കണക്കും ഇഡിക്ക് ഹാജരാക്കി. അപ്പോൾ CPIMന്റെ ഒരു പിന്നെ സംഘടനാ രീതിയിൽ എല്ലാ ജില്ലാ തലത്തിലും ജില്ലാ കമ്മിറ്റി സെക്രട്ടറിമാരുടെ പേരിലാണ് ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കുക, പണം വിനിമയം ചെയ്യുക ഒക്കെ. അതുകൊണ്ടാണ് ഈ 3 സെക്രട്ടറിമാരുടെ കാലയളവ് വരുന്നത്. അതിൻ്റെ അകത്ത് K രാധാകൃഷ്ണൻ, SC മൊയ്തീൻ, M വർഗീസ്, ഈ 3 പേരുടെയും കാലയളവ്. അതിൻ്റെ ചോദിച്ച ഈ ഇത്രയും അക്കൗണ്ടുകളുടെയും വിവരം വ്യക്തമായിട്ടും അവർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നീട് ഹൈക്കോടതിയിലും അത് ബോധ്യപ്പെടുത്താൻ കഴിയുകയും SC മൊയ്തീൻ്റെ പിടിച്ചു വെച്ചു, ഫ്രീസ് ചെയ്തു എന്ന് പറഞ്ഞ പണം പിന്നീട് ഹൈക്കോടതി ഇടപെട്ട് തിരിച്ചു കിട്ടാനുള്ള സൗകര്യം ഉണ്ടാവുകയും ചെയ്തത്. അത്രയും കാര്യങ്ങൾ നടന്നതാണ്. ശരി. അതോടൊപ്പം തന്നെ മറ്റു ചില വിവരങ്ങളും ഇഡി നൽകിയിരുന്നില്ലേ ശ്രീ ജയചന്ദ്രൻ? എന്ത് ചെയ്തു? അതായത് ഈ 17 ഏരിയ കമ്മിറ്റികളുടെ അക്കൗണ്ട് ബാലൻസ് സംബന്ധിച്ച വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ വിവരങ്ങളിൽ പിഴവുണ്ട് എന്നും ഇതേ ഇഡി തന്നെയല്ലേ പറഞ്ഞിരുന്നത്? ഏതാണ്ട് 1.73 കോടി രൂപ. അല്ലാതെ ഞാനീ ഇഡിക്ക് കൊടുത്ത കണക്കാണ് ഞാനീ പറയുന്നത്. അഭിലാഷ, ഇഡിക്ക് CPIM കൊടുത്ത കണക്കാണ്. ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഇവരുന്നയിച്ച ഈ അക്കൗണ്ടുകളുടെ പേരിൽ ഉന്നയിച്ച സംശയങ്ങൾക്ക് ഇഡിക്ക് CPIM കൊടുത്ത കണക്കാണ് ഞാൻ ഈ വായിച്ചത്. അക്കൗണ്ട് നമ്പർ ഉൾപ്പെടെ ഡേറ്റ് ഉൾപ്പെടെ പറഞ്ഞത് അതാണ്. ശരി. അത് ഇഡിക്ക് വ്യക്തമായി ബോധ്യപ്പെട്ട കാര്യവുമാണ്. ഞാൻ പറഞ്ഞില്ലേ. പക്ഷേ പിന്നെ ഇതിലൊന്നുമില്ലാതെ അവർക്ക് കയ്യിൽ കഴുകി മടങ്ങിപ്പോകാൻ കഴിയില്ലല്ലോ. രാഷ്ട്രീയമാണല്ലോ താല്പര്യങ്ങൾ. അതുകൊണ്ടാണ് ഇപ്പോൾ ആ 3 പേരെയും പിന്നെ ജില്ലാ സെക്രട്ടറിമാരായിരുന്ന 3 പേരെയും പാർട്ടിയെ തന്നെയും പ്രതിപട്ടികയിൽ ചേർത്തുകൊണ്ട് ഏറ്റവും ഒടുവിലത്തെ അഭ്യാസം ആയിട്ട് കളത്തിലിറങ്ങിയിരിക്കുന്നത്. അതാണ് അതുമായി ബന്ധപ്പെട്ട കാര്യം. പിന്നെ ഈ സംഭവം പിന്നെ തുടങ്ങുന്നതിന്റെ ആദ്യമുള്ള ചരിത്രം ഞാൻ പറഞ്ഞില്ലെന്നുള്ളതേ ഉള്ളൂ. ചരിത്രം പറയാൻ ഇനിയും വരുന്നില്ല. പക്ഷേ ആഭ്യന്തരമായി CPM ഈ വിഷയം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ 2019 ചർച്ച ചെയ്യുന്നുണ്ട്. 2019 തുടക്കത്തിലാണ്. അതിനുശേഷമാണ് ഈ പ്രശ്നം ഗൗരവമായിട്ട് എടുക്കണമെന്ന് തീരുമാനിക്കുന്നത്. 31/8/2019 പിന്നെ സഹകരണ വകുപ്പിന്റെ 65ാം വകുപ്പ് പ്രകാരമുള്ള അന്വേഷണ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതും അത് അന്വേഷണം തുടങ്ങുന്നതാണ് 31/8/2019. അത് അന്വേഷണ റിപ്പോർട്ട് തൊട്ടടുത്ത 2 മാസം കഴിഞ്ഞ് 19/10 കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് വകുപ്പ് 68(1) പ്രകാരമുള്ള അന്വേഷണം 2021 6/7/2021 അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ച് തൊട്ടടുത്ത മാസം തന്നെ അങ്ങനെ അങ്ങ് പോകുന്നുണ്ട്. അതിനുശേഷമാണ് താങ്കൾ ചോദിച്ച പിന്നെ ഈ നടപടികളിലേക്ക് വരുന്നുണ്ട്. ഘട്ടം ഘട്ടമായി
നിക്ഷേപം മടക്കി നൽകുന്നു, വായ്പ കുടിശ്ശിക പിരിച്ചെടുക്കുന്നു. വായ്പ കുടിശ്ശിക പിരിച്ചെടുക്കലിൻ്റെ ഭാഗമായി ഇതുവരെ 110.43 കോടി രൂപ പിരിച്ചെടുത്തിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചുമതലയെടുത്തതിന് ശേഷം പുനരുദ്ധാരണ പാക്കേജിലൂടെ 124.50 കോടി രൂപയുടെ നിക്ഷേപം മടക്കി നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ നിരവധി കാര്യങ്ങൾ അതിന്റെ ക്രോണോളജിക്കൽ ഓർഡറിൽ തന്നെ ഉണ്ട്. പക്ഷെ നമുക്ക് ഒരു അപ്പോൾ പിന്നെ എന്തിനായിരുന്നു അപ്പോൾ താങ്കളും വാർത്ത സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ആളല്ലേ? അപ്പൊ അതുകൊണ്ട് ഞാൻ അവിടെ ഉണ്ടായ പ്രതിഷേധങ്ങൾ, രോഗികൾക്ക് ചികിത്സിക്കാൻ ഫണ്ടില്ലാത്തത്, മക്കളുടെ വിവാഹ ചടങ്ങ് നടക്കാതെ പോകുന്നത്, ഇതൊക്കെ മാധ്യമ സൃഷ്ടിയോ രാഷ്ട്രീയ പാർട്ടികളുടെ സൃഷ്ടിയോ ആയിരുന്നോ? അവിടെ വളരെ കൃത്യമായി നമ്മൾ കണ്ടതല്ലേ? അല്ലാതെ അതാൻ മാധ്യമ സൃഷ്ടിയോ രാഷ്ട്രീയ പകപോക്കലോ എന്നുള്ളതല്ലോ പറഞ്ഞത്. ഇത് CPIM തന്നെ, CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ കരുവന്നൂർ ബാങ്കിലും ഹെഡ് ഓഫീസിലും വിവിധ ശാഖകളിലും ഇത്തരത്തിലുള്ള ക്രമക്കേട് നടന്നതായി കണ്ടെത്തുകയും 2019 തന്നെ വകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തതിന്റെ പശ്ചാത്തലമാണ് ഞാൻ ഈ പറഞ്ഞത്. എന്നിട്ടാണ് ഒടുവിൽ ഞാൻ പറഞ്ഞു നിർത്തുന്നത്, ഈ വായ്പ തിരിച്ച് കിട്ടിയത്, അതുപോലെ തന്നെ വായ്പ കുടിശ്ശിക പിരിച്ചെടുക്കല്, അതൊക്കെ ഉണ്ടായി. പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുതിയ വായ്പകൾ അനുവദിച്ചത്, തിരിച്ചു കൊടുത്ത കാശ്, പണം, ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അത് വിശദമായി വായിക്കാത്ത സമയക്കുറവുകൊണ്ടാണ് അഭിലാഷേ. ആ പണം പിന്നെ ഈ എന്താണ് കൃത്രിമങ്ങൾ നടന്നെന്നും അഴിമതി നടന്നു എന്നുള്ളതും വ്യക്തമായി സഹകരണ വകുപ്പിന് അന്വേഷണത്തിൽ ബോധ്യമായതിനു ശേഷമാണ് പിന്നീട് അത് പോലീസ് കേസിലേക്ക് പോകുന്നത്. സ്വാഭാവികമായിട്ടും അറിയാമല്ലോ, CPIMന്റെ ഭരണസമിതിയാണ്, അവിടുത്തെ സെക്രട്ടറി ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ കൊണ്ട് കേസ് കൊടുക്കണമെങ്കിൽ അവർ സ്വമേധയാ തീരുമാനം എടുത്തിട്ടായിരിക്കില്ലല്ലോ കൊടുക്കുന്നത്. അതിന് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ അംഗീകാരം പിന്നെ ലഭിച്ചിട്ട് തന്നെ ആയിരിക്കുമല്ലോ ആ സെക്രട്ടറി അത് കൊടുത്തിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ആ പിന്നെ അപേക്ഷ അവിടെ നിൽക്കാതെ, ആ പരാതി അവിടെ നിൽക്കാതെ ഒറ്റയാഴ്ച കഴിഞ്ഞപ്പോ അത് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുന്ന സ്ഥിതി ഉണ്ടായി. DGP തന്നെ ആ കേസ് ക്രൈംബ്രാഞ്ചിന് കൊടുക്കുകയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ആ കേസ് പിന്നീട് അന്വേഷിക്കപ്പെടുകയാണ്, പിന്നീട് അതിലേക്ക് ED വരികയാണ്. അതൊക്കെയുള്ളതെല്ലാം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഈ കേസിൽ ക്രമക്കേട് ഉണ്ടായി എന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ആദ്യം വകുപ്പ് തല അന്വേഷണം, പിന്നീട് പോലീസിലേക്ക് പോകുന്നു. ആ പരാതിയായിട്ട് പോലീസിൽ കൊണ്ടുപോകുന്നു. CPIMന്റെ മുൻകൈയിൽ തന്നെയാണ്. പിന്നീട് ആ പരാതി ക്രൈംബ്രാഞ്ചിലേക്ക് പോകുന്നു. ക്രൈംബ്രാഞ്ചിന്റെ ഘട്ടം എത്തിയപ്പോഴേക്ക് തീർച്ചയായും താങ്കൾ പറയുന്ന ഒക്കെ ശരിയാണ്. പക്ഷേ ഇത്തരം വിഷയങ്ങളിൽ ഈ ക്രമക്കേടുകളിൽ എന്നത് ഒന്നോ രണ്ടോ വ്യക്തികൾ ചേർന്നുകൊണ്ട് മാത്രം നടത്തുന്ന ഒന്നായി കണക്കാക്കാൻ പറ്റില്ലല്ലോ. അവിടെയാണല്ലോ ഈ അരവിന്ദാക്ഷൻ അപ്പുറത്ത് ആർക്ക് എതിരെ എന്ത് നടപടി ഉണ്ടായി എന്ന ചോദ്യവും ഉയരുന്നത്. അരവിന്ദാക്ഷൻ മാത്രമല്ലല്ലോ, ജിൽസിനെ പിന്നെ നടപടിയെടുത്തില്ലേ, കണ്ണനെ നടപടിയെടുത്തില്ലേ, അങ്ങനെ എത്രയോ പേര്. ഞാൻ പറഞ്ഞില്ല, അതിന്റെ ചരിത്രം പറയാൻ പോവുകയാണെങ്കിൽ എനിക്ക് തന്നെ പോലും തീരില്ല. അതുകൊണ്ട് ഞാൻ പറയാത്തത് എടുക്കേണ്ട നടപടികൾ കൃത്യമായി ഖണ്ഡശയായിട്ട് എടുക്കുകയല്ല ചെയ്തത്. അതിന്റെ ചട്ടപ്രകാരം അത് പരിശോധിച്ച് നടപടിയെടുക്കുന്ന സമീപനമാണ് CPIM സ്വീകരിച്ചത്, സഹകരണ വകുപ്പ് സ്വീകരിച്ചത്. അതാണ് ശ്രീ പോകുന്നത്. കണ്ണനുമായി ബന്ധപ്പെട്ട് നിരവധിയായ നിരവധിയായ വാർത്തകൾ ഉണ്ടായിരുന്നു. പക്ഷേ ടെക്നിക്കലി എന്ത് നടപടിയാണ് എടുത്തത് എന്നുള്ളതാണ് സംശയം. രാഷ്ട്രീയ വിരോധം എന്ന് പറഞ്ഞ് CPIM അതിനെ ഒഴിവാക്കുകയല്ലേ ചെയ്തത് എന്നുള്ളതാണ്. ചോദ്യം ചെയ്യലിനപ്പുറത്തേക്ക് ED എന്തെങ്കിലും ആരെങ്കിലും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയോ? നിങ്ങൾ നടപടി തെളിവുകൾ വെച്ചല്ലേ അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. അല്ല, ED ആരെയും ഇതുവരെ അങ്ങനെ ചെയ്തു എന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ ആരും ശിക്ഷിക്കപ്പെട്ടിട്ടൊന്നുമില്ല. പക്ഷേ അഴിമതിയാണ് എന്നതിൽ ഒരു തർക്കവും പാർട്ടിക്കുമില്ലല്ലോ. ഇല്ല, ഒരു തർക്കവും ഇല്ല. അവിടെ അവരെ ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് നേതാക്കളെ പിടിച്ചുകൊണ്ട് വരുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. മറ്റേതങ്ങനെയല്ല. ക്രമക്കേട് നടത്തിയിട്ടുള്ളവർ ഈ നേതാക്കളല്ലല്ലോ. നേതാക്കളിൽ ഇത് ആവശ്യപ്പെട്ടത് ഈ 5 അക്കൗണ്ടിന്റെ കാര്യമാണ്. ഇവര് ED ആവശ്യപ്പെട്ടത് ആ 5 അക്കൗണ്ട് കൊടുക്കുകയും ചെയ്തു. അതാണ് 5 ഞാൻ വായിച്ചത്. എന്നിട്ട് പിന്നെയും ഈ 3 നേതാക്കളെയും പാർട്ടിയെ തന്നെയും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നടക്കുന്ന അക്കൗണ്ടുകളുടെ വിവരങ്ങളാണല്ലോ ED പങ്കുവയ്ക്കുന്നത്. അല്ല, ED പങ്കുവെക്കുന്നില്ലല്ലോ. അത് ഹൈക്കോടതിയിൽ ഏപ്രിൽ മാസം എന്നാണ് എന്റെ ഓർമ്മ കത്ത് കൊടുത്തിരുന്നത്. അതിന്റെ
ഏതാണ്? ED തന്നെയാണല്ലോ നേരത്തെ കോടതിയിലടക്കം ഇക്കാര്യം വ്യക്തമാക്കിയത്. അതായത് വലിയ തോതിൽ ED തന്നെയാണല്ലോ വ്യക്തമാക്കിയത്. പല അക്കൗണ്ടുകളുടെ വിവരങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അടക്കം അറിയിച്ചിട്ടില്ല. അതിലൂടെ ക്രയവിക്രയങ്ങൾ നടന്നിട്ടുണ്ട്. 100 കോടി രൂപയുടെ പോലും വെളുപ്പിക്കൽ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ നേരത്തെ ED തന്നെയല്ലേ നൽകിയത്? അല്ലാതെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്, തെളിവുകളല്ല. അതിന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന യാതൊന്നും പറഞ്ഞിട്ടില്ല, അവര് കൊടുത്തിട്ടുമില്ല. അത് അവർ സ്റ്റേറ്റ്മെന്റ് മാത്രമായിട്ടാണ് പറയുന്നത്. ഒരുപാട് തെളിവുകൾ അവർ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് മാത്രമായിട്ടാണ് പറയുന്നത്. സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന ഒരു എവിഡൻസും ED കോടതികൾ നൽകിയിട്ടില്ല. പറഞ്ഞിട്ടുള്ളത് ഞാൻ ഈ പറഞ്ഞ 5 എണ്ണത്തിന് മാത്രമേ ഉള്ളൂ അവർ ചോദിച്ചിട്ടുള്ളത്. രേഖാമൂലം തെളിവ് ചോദിച്ചിട്ടുള്ളത്. അതിനാണ് രേഖാമൂലം മറുപടിയും കൊടുത്തത്. ശരി, അങ്ങനെയാണ് നിൽക്കുന്നത്. അതിനെ ഒടുവിലാണല്ലോ ഇന്ന് ഈ പണി കാണിച്ചത്. 3 ജില്ലാ സെക്രട്ടറിമാരെ പാർട്ടിയെ തന്നെയും പിന്നെ പ്രതിപട്ടികയിൽ ചേർത്തുകൊണ്ട് പുതിയൊരു പോർമുഖം തുറന്നു എന്ന വ്യാജേന എന്തൊക്കെയോ തങ്ങൾ ചെയ്യുകയാണെന്ന് വരുത്തി തീർക്കുകയാണല്ലോ ചെയ്യുന്നത്. ഒന്നുമില്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, CPM-ന്റെ ഘടനപ്രകാരം ജില്ലാ സെക്രട്ടറിമാരാണ് അങ്ങനെ. അത് എല്ലാ ജില്ലകളിലും അങ്ങനെയാണെന്നേ, തൃശ്ശൂരും അങ്ങനെയാണ്. അതുകൊണ്ട് കരുവന്നൂർ അഴിമതി നടന്നിട്ടില്ല എന്ന് പാർട്ടി വാദിച്ചിട്ടില്ലല്ലോ. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും എന്നുള്ള നിലയ്ക്ക് തന്നെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അവിടെ. അത് ഇനിയും ഉണ്ടാവും അത്തരക്കാരുണ്ടെങ്കിൽ. പക്ഷെ അതിനു പകരം ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ അകത്ത് എന്ത് പിന്നെ ഈ ഒരു നൈതികതയുടെ പ്രശ്നമൊന്നും പറയുന്നില്ല. നിയമപരമായ ഒരു നിയമപ്രകാരം ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വമെങ്കിലും അവർ കാണിക്കേണ്ടതല്ലേ? ചോദിച്ച എല്ലാ പിന്നെ കാര്യങ്ങളുടെയും വിശദ വിവരങ്ങൾ രേഖാമൂലം സബ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ പണി എന്നുള്ളതിലാണ് രാഷ്ട്രീയം നമ്മൾ കാണുന്നതും അത് പറയാതെ പോകാൻ കഴിയുകയുമില്ലല്ലോ. അതാണ് അതിന്റെ വസ്തുത. തീർച്ചയായും എന്തായാലും വിചാരണയിലേക്ക് കടക്കുമ്പോൾ അല്ലെങ്കിൽ കോടതിയിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് ഇതിൽ എന്തൊക്കെ തെളിവുകൾ കൃത്യമായി EDക്ക് കണ്ടെത്താൻ സാധിച്ചു എന്ന് കോടതി തന്നെ വിലയിരുത്തുന്നു. അങ്ങനെ മാത്രമേ ഇതിൽ കുറ്റക്കാരെ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അത് നമ്മുടെ നിയമ സംവിധാനങ്ങൾ അനുസരിച്ച് ഇനിയും സുദീർഘമായി പോകുന്ന ഒന്നായിരിക്കും. ഒരു പക്ഷേ ഇതിലെ കുറ്റക്കാരാരെ എന്നൊക്കെ കണ്ടെത്തുമ്പോഴേക്കും ഒരുപാട് വർഷങ്ങൾ പിന്നിടുകയും ചെയ്യും. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. സ്പെഷ്യൽ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.